അക്ഷരാർത്ഥത്തിൽ അറബിക്കടലിനെ അമ്പരിപ്പിക്കുന്ന മഹാജനസാഗരമാണ് തിരൂരിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ പോർച്ചുഗീസുകാർ കടല് കടന്ന് വന്നപ്പോൾ ജീവിതം കൊണ്ട് ചിറകെട്ടിയ മഹാന്മാരുടെ പാരമ്പര്യമാണ് ചോർന്നു പോയിട്ടില്ല എന്ന് ആയിരക്കണക്കിന് ചെറുപ്പം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന അപൂർവ നിമിഷമാണ് തിരൂരിലെ തഹ്രീരി സ്ക്വയറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ മഹാന്മാരുടെ, പൂർവികന്മാരുടെ, പിതാമഹന്മാരുടെ ചരിത്രം ജീവിതം കൊണ്ട് വീണ്ടും അധിനിവേശത്തിനെതിരെ ചിറകെട്ടാൻ അപൂർവമെന്നോണം അറബിക്കടലിൻ്റെ തീരത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന യൗവനമേ, ചെറുപ്പമേ, ലോകത്തിൻ്റെ ചരിത്രം തിരുത്തി എഴുതാൻ ചെറുപ്പത്തിന് കഴിയില്ല എന്ന് പരിതപിച്ച് വീട്ടിൽ നിന്ന് എല്ലാവരും കിടന്നുറങ്ങിയ സന്ദർഭത്തിൽ അറബ് സ്ട്രീറ്റിൽ ചരിത്രം മാറ്റിയെഴുത ചെറുപ്പത്തിൻ്റെ പിന്തുടർച്ചാവകാശം പേറുന്ന മലപ്പുറം ജില്ലയിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് SIOവിൻ്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ മുഖ്യാതിഥിയായ ഡോക്ടർ പോൾ നെറൂദി, അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ അനുമതിയില്ലാതെ പ്രസംഗിച്ചുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തപ്പെട്ട കുറ്റം. ഈ രാജ്യത്തെ 2 പൗരന്മാരെ വെടിവെച്ച് കൊന്ന് ഇറ്റലിയിലേക്ക് ഹാപ്പി ക്രിസ്മസുമായി ഫ്ലൈറ്റ് കയറിയ വീരനായകർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ജനാധിപത്യപരമായി ഒരു സംഘടന നടത്തുന്ന പ്രസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കാൻ ഒരു പൗരന് സ്വാതന്ത്ര്യമില്ല എന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയെയും നിയമവ്യവസ്ഥയെയും ഓർത്ത് അല്പം നിമിഷം ലജ്ജിച്ച് തലയാഴ്ത്തേണ്ട ഒരു ഗതികേടിലേക്കാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ മഹാസംഗമത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി നമ്മളോട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് നമുക്ക് കിട്ടിയത് തന്നെ SIOവിൻ്റെ ചരിത്രപരമായൊരു തുടർച്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗസയിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഗസ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഓപ്പൺ എയർ ജയിൽ, തുറന്ന ജയിലാണെന്ന് പറഞ്ഞ് കേരളത്തിലെ ക്യാമ്പസുകളിൽ SIOവിൻ്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകർ, ചെറുപ്പക്കാർ ഫ്രീ ഗസ എന്ന മുദ്രാവാക്യവുമായി കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ഒരു കാലത്ത് വസന്തം തീർത്ത സന്ദർഭത്തിൽ അതിനെതിരെ കോളർ പിടിച്ച് മസിൽ പുരുട്ടി, അതുപോലെ തന്നെ കണ്ണുരുട്ടി ഗർജിച്ചു വന്ന് ഏരിയൽ ഷാരോണിനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പല വിദ്യാർത്ഥി സംഘടനകളും കേരളത്തിലെ ക്യാമ്പസുകളിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ചരിത്രത്തിൻ്റെ കാവ്യനീതി എന്നോണം ഇന്ന് ഗസയോട് ഐക്യദാർഢ്യം അർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയും കേരളത്തിലെ സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ഉയർത്തിയ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് എല്ലാ ആളുകളും ജീവൻ ബലി നൽകാൻ വേണ്ടി മാത്രം വന്ന വലിയ ഒരു പ്രവാഹമായി ആ മഹാപ്രസ്ഥാനത്തിലെ ആശയാദർശങ്ങളിലേക്ക് മെല്ലെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് 3 പതിറ്റാണ്ട് കാലമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും SIO പ്രവർത്തിക്കുന്നുണ്ട്. SIOവിൻ്റെ പ്രവർത്തകരും SIOവിൻ്റെ പ്രവർത്തന മേഖലയും വളരെ വിശാലമാണ്, ഈ രാജ്യത്തോളം വിശാലമാണ്. എന്ന് പറഞ്ഞാൽ 3 പതിറ്റാണ്ട് കാലത്തിനുള്ളിൽ SIO ഉയർത്തിയ ഒരു പ്രമേയമുണ്ട്. അത് റീകൺസ്ട്രക്ഷൻ ഓഫ് സൊസൈറ്റിയുടെ സമൂഹ പുനർനിർമ്മാണത്തിൻ്റെ പ്രമേയമാണ്. സമൂഹത്തെ പുനർനിർമ്മിക്കുക എന്നതാണ് SIO ഉയർത്തിയിട്ടുള്ള ഒരു പ്രമേയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടൊരു വിദ്യാർത്ഥി സംഘടന റീകൺസ്ട്രക്ഷനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾ, കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് റീകൺസ്ട്രക്ഷൻ്റെ പാഠമല്ല, വയലൻസിൻ്റെ പാഠമാണ്, സംഹാരാത്മകതയുടെ രാഷ്ട്രീയത്തിൻ്റെ പാഠമാണ്. ഈ പാഠമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്തത് എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ഓരോ രക്ഷിതാവും തൻ്റെ മകനെ ക്യാമ്പസിലേക്ക് പറഞ്ഞേക്കുമ്പോൾ വിചാരിക്കുന്നത് എൻ്റെ മകൻ ഒരു രാഷ്ട്രീയത്തിലും ഇടപെടരുത്, പഠിച്ച് മിടുക്കനായി തിരിച്ചു വരണമെന്നാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലും ഇടപെടരുത് എന്നൊരു രക്ഷിതാവ് വിധി കൽപ്പിക്കുന്നതിൻ്റെ പിന്നിൽ വയലൻസായ ആക്രമോത്സുകമായ ഒരു രാഷ്ട്രീയ ദർശനത്തിൻ്റെ, രാഷ്ട്രീയ ആഭാസങ്ങളുടെ ഒരു കഥയുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതിൽ ഒന്നാമത്തെ പ്രതി കേരളത്തിലെ മുഖ്യധാരാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്.
മുഖ്യധാര എന്ന് നമ്മൾ വളരെ ആനുഷംഗികമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിൻ്റെ നഗരത്തിൽ പ്രകമ്പനം കൊള്ളിച്ച് ഇത്രയധികം ചെറുപ്പത്തെ ഒരു ജില്ലാ കമ്മിറ്റിക്ക് അണിനിരത്താൻ സാധിച്ചുവെങ്കിൽ തീർച്ച കേരളത്തിലെ സംസ്ഥാന സമ്മേളനങ്ങളുടെ പ്രകടനങ്ങൾ പല വിദ്യാർത്ഥി സംഘടനകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. 10,000-ഓളം എന്ന് പറഞ്ഞ് 25,000-ഓളം എന്ന് പറഞ്ഞ് 5,000 പോലും തികക്കാൻ കേരളത്തിലെ 70 വർഷം പാരമ്പര്യമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സംസ്ഥാന സമ്മേളനത്തിൽ പോലും സാധിക്കാത്ത തരത്തിലാണ് തിരൂരിൻ്റെ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ പുളകം കൊള്ളിച്ചുകൊണ്ട് SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എല്ലാ മെയിൻ സ്ട്രീം സമവാക്യങ്ങളെയും തിരുത്തിക്കൊണ്ട് SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ആദർശാത്മകമായ ചുവടുവെപ്പുകളോടെ തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മുഖ്യധാര എന്ന് പറയുമ്പോൾ നിങ്ങൾ പഴയ മുഖ്യധാരയെക്കുറിച്ച് ആലോചിച്ചാൽ മതി, പഴയ മുഖ്യധാര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആലോചിച്ചാൽ മതി. 70-ൻ്റെയും 80-ൻ്റെയും ക്ഷുഭിത യൗവനത്തിൻ്റെ പേരിൽ കിടന്നുറങ്ങി സമരത്തിൻ്റെ ആലസ്യങ്ങളിൽ മയങ്ങിക്കിടക്കുന്ന ഒരു തലമുറയും ഒരു വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനവും കേരളത്തിലെ ക്യാമ്പസുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് ഇന്ന് നമ്മൾ ഗവേഷണം നടത്തേണ്ട ഗതികേടിലേക്കായി കേരളത്തിലെ ഒരു മഹാവിദ്യാർത്ഥി പ്രസ്ഥാനം ഞാൻ പറഞ്ഞു വരുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പരിചയപ്പെടുത്തിയത് അക്രമത്തിൻ്റെ ശൈലിയാണ്. അതായത് KSRTC ബസ്സിന് കല്ലെറിഞ്ഞ, അതുപോലെ തന്നെ പോലീസുകാരനെ തല്ലിക്കൊല്ലിയ, അധ്യാപകനെ റൂമിൽ പൂട്ടിയിട്ട, അതുപോലെ തന്നെ സഹപാഠിയുടെ മുതുകത്ത് സ്വന്തം സംഘടനയുടെ പേര് കോമ്പസ് കൊണ്ട് വരച്ചെഴുതി മുദ്ര കുത്തി ചാപ്പ കുത്തിയ, ഇങ്ങനെ തുടങ്ങുന്നു. എതിർ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ആളുകളെ പോലും കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു വിദ്യാർത്ഥി സംസ്കാരത്തിൻ്റെ മുന്നിലാണ് റീകൺസ്ട്രക്ഷൻ ഓഫിനെ കുറിച്ച്, സൊസൈറ്റിയെ കുറിച്ച്, സമൂഹ പുനർനിർമ്മാണത്തെക്കുറിച്ച് SIO സംസാരിക്കുന്നത്. അത് ഡീകൺസ്ട്രക്ഷൻ അല്ല, തകർക്കലിൻ്റെ അക്രമോത്സുക രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം SIOവിൻ്റെ 3 പതിറ്റാണ്ട് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പ്രിയപ്പെട്ട സഹോദര, ഒരു വെള്ളക്കടലാസ് എടുത്ത് നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്ദർശിക്കുക. തിരുവനന്തപുരം വരെ സന്ദർശിച്ച് വിദ്യാർത്ഥി സംഘടനകൾ പ്രതികളായിട്ടുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ കേസുകളും FIRകളും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെ പേരുകളും നിങ്ങൾ ഈ വെള്ളക്കടലാസിൽ എഴുതി വെക്കുക. ഏകദേശം നിങ്ങൾ കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങുകയാണെങ്കിൽ കേരളത്തിൽ 2-ാമത്തെ 3-ാമത്തെ ജില്ലകൾ കവർ ചെയ്യുമ്പോഴേക്കും, കാസർഗോഡ് നിന്ന് കണ്ണൂർ, കോഴിക്കോട് എത്തുമ്പോഴേക്കും കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും കോളം ഫില്ലായി കഴിഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ കേസിൽപ്പെടാത്ത, ക്രിമിനൽ ഒഫൻസ് ഇല്ലാത്ത, ക്രിമിനൽ കേസുകളില്ലാത്ത ഒരു വിദ്യാർത്ഥി സംഘടന റാഗിങ്ങിൻ്റെ പേരിൽ, പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ യാത്രക്കാരായ ആളുകളെ മർദ്ദിച്ചതിൻ്റെ പേരിൽ, KSRTCയുടെ ബസ്സിലെ ഡ്രൈവറുടെ കണ്ണ് അടിച്ചു പൊട്ടിച്ചതിൻ്റെ പേരിൽ, ഇങ്ങനെ കേസുകളുടെ വിധം പല രീതിയാണ്. ഈ പല രീതിയിലുള്ള കേസുകൾ 3 ജില്ല കവർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആ കോളത്തിൽ ഫില്ല് ചെയ്തിരിക്കും. എന്നാൽ തിരുവനന്തപുരം വരെ എത്തുമ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന ഒരേ ഒരു കോളമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കോളമാണ്, SIOവിൻ്റെ കോളമാണ്. അത് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ആത്മവിശുദ്ധിയുടെ രാഷ്ട്രീയമാണ്, ആത്മാഭിമാനത്തിൻ്റെ രാഷ്ട്രീയമാണ്, നിർമ്മാണത്തിൻ്റെ രാഷ്ട്രീയമാണ്, തച്ചു തകർക്കലിൻ്റെ രാഷ്ട്രീയമല്ല. അതുപോലെ തന്നെ വിശുദ്ധിയില്ലായ്മയുടെ രാഷ്ട്രീയമല്ല, ആത്മീയ മുക്തമായ രാഷ്ട്രീയമല്ല. ഇങ്ങനെ ആത്മീയ മുക്തമായാൽ മാത്രമാണ് രാഷ്ട്രീയം പ്രശോഭിതമാവൂ എന്ന് ഏറ്റവും കൂടുതൽ തിസീസ് എഴുതിയ പല സംഘടനകൾക്കും സ്വന്തം തീരുമാനങ്ങൾ വിഴുങ്ങേണ്ട ഗതികേടിലേക്ക് വന്നു. അതാണ് അറബ് വസന്തത്തിലെ ചെറുപ്പത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കേരളത്തിലെ ക്യാമ്പസുകൾ ഒരു 10 വർഷത്തെ ചരിത്രം എടുത്തു നോക്കുക. എന്ത് നിർമ്മാണാത്മകമായ സമരമാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയത്. ആരോഗ്യ സർവകലാശാല എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ആരോഗ്യ സർവകലാശാല പ്രവർത്തിക്കുന്നു. അഴിമതിയുടെ കെടുകാര്യസ്ഥതയുടെ ഈറ്റില്ലമാണ് ആരോഗ്യ സർവകലാശാല. എവിടെയാണ് അതിൻ്റെ ആസ്ഥാനമെന്നറിയാത്ത വിദ്യാർത്ഥി സംഘടനകളാണ് കേരളത്തിൽ പല ആളുകളും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ കെടുകാര്യസ്ഥതക്കെതിരെ ആദ്യമായും അവസാനമായും അതുപോലെ തന്നെ ഇതുവരെ ഞാൻ പ്രസംഗിക്കുന്ന നിമിഷം വരെ ആരോഗ്യ സർവകലാശാലയുടെ മുന്നിലേക്ക് അഴിമതി അവസാനിപ്പിക്കുവാൻ വേണ്ടി കൊടിപിടിച്ച് ജാഥ നടത്തിയത് ഈ ത്രിവർണ്ണ പതാകയുടെ പിന്നിൽ അണിനിരുന്ന ചുറുചുറുക്കുള്ള പ്രവർത്തകരാണ്. ഇങ്ങനെ ഒരുപാട് സമരത്തിൻ്റെ കഥ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന എൻ്റെയും നിങ്ങളുടെയും നീതിബോധത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന 4000 ദിവസത്തിലധികം ജയിൽവാസം അനുഭവിച്ച് സിംഹഗർജനമായി കേരളത്തിൻ്റെ തെരുവിൽ സിംഹഗർജനമായിരുന്ന അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന മതപണ്ഡിതൻ എൻ്റെയും നിങ്ങളുടെയും അവശേഷിക്കുന്ന
നീതിബോധത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇന്ന് ഒടിഞ്ഞു തൂങ്ങിയ പെരടിയുമായി, ചലിക്കാത്ത കാലുകളുമായി, കാഴ്ച നഷ്ടപ്പെട്ട കണ്ണുമായി, ചലനശേഷി നഷ്ടപ്പെട്ട കാലുമായി എന്റെയും നിങ്ങളുടെയും മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന അബ്ദുൽ നാസർ മഅദനിയെ ഫ്രീ അബ്ദുൽ നാസർ മഅദനിയെ നിരുപാധികം മോചിപ്പിക്കണമെന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ പറയാൻ ചങ്കൂറ്റം കാണിച്ചത് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. ഒരു വിദ്യാർത്ഥി സംഘടനയും അതിനുവേണ്ടി ശബ്ദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾ പത്രം തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും കേരളത്തിലെ മാതൃപ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇന്ന് മഅദനി മോചനത്തിന് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ അഹമ്മദ് കാസിമി, നമ്മുടെ ചീഫ് ഗസ്റ്റ്, മുഖ്യാതിഥിയെ ഇന്ത്യ ഭരണകൂടം ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ചട്ടമ്പിരാട്ടത്തിന് വേണ്ടി കള്ളക്കേസെടുത്ത് അറസ്റ്റ് ചെയ്തപ്പോൾ കാസിമിയെ നിരവധികം വിട്ടയക്കണമെന്ന് കേരളത്തിന്റെയും മലപ്പുറത്തിന്റെയും തെരുവുകളിൽ യോഗ്യത നേടി ശബ്ദിക്കുവാൻ തയ്യാറായി അതേ വിദ്യാർത്ഥി പ്രസ്ഥാനം സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അതേ വേദിയിൽ ഒരു നിമിത്തമെന്നോണം ചീഫ് ഗസ്റ്റായി, മുഖ്യ അതിഥിയായി അഹമ്മദ് കാസിമി എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് നീതി നിഷേധത്തിന്റെ കഥകൾ നമുക്ക് പറയാൻ സാധിക്കും. പ്ലാച്ചിമടയിലെ, അതുപോലെ തന്നെ പാലിയക്കരയിലെ, ചങ്ങറയിലെ ഭൂസമരങ്ങൾ തുടങ്ങിയ ഒരുപാട് സമരങ്ങൾ, ഈ ജനകീയ സമരങ്ങളിലെല്ലാം 10 വർഷത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാനുള്ള സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ SIOവിന്റെ പൊസിഷൻ എവിടെയാണ്? ഇവിടത്തെ വിദ്യാധാര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ, ഇടത് വലത് വിദ്യാർത്ഥി സംഘടനകളുടെ പൊസിഷൻ എവിടെയാണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. നല്ലവണ്ണം ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ പോലും സാധിക്കാത്ത, ലഹരി വിരുദ്ധ പ്രകടനം നടത്താൻ 5 മണിയായാൽ ആളെ കിട്ടാത്ത അത്രയും വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പ്രമാദമായ റാഗിംഗ് കേസ് എന്താണ്? നോമ്പ് നോറ്റവർ മുസ്ലിം വിദ്യാർത്ഥിയെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു വന്നതാണ്. ഇതിന്റെ പേരിൽ അറസ്റ്റിലായതാരാണ്? കേരളത്തിലെ വലിയൊരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രമാദമായ ക്യാമ്പസിലെ ഒരു റാഗിംഗ് കേസിലെ ക്യാമ്പസിലെ ഒരു പൊതു വയലൻസിന്റെ കേസ് എന്ന് പറയുന്നത് അയൽ വീടുകളിൽ മദ്യപിച്ച് ശല്യമുണ്ടാക്കി സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു വന്ന കേസാണ്. ഈ കേസിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കേസുള്ളത് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർക്കാണ്. ഇങ്ങനെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുന്നത്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കൈവിലങ്ങുകൾ മാത്രമെന്ന കാറൽ മാർക്സിന്റെയും സഖാവ് ലെനിന്റെയും സഖാവ് സ്റ്റാലിന്റെയും ഒന്നും പാഠമല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരായി ഇന്ന് ക്യാമ്പസുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം സ്റ്റഡി ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെ കഠാര ഉപയോഗിക്കാം, എങ്ങനെ സൈക്കിൾ ചെയിൻ ഉപയോഗിക്കാം, എങ്ങനെ കുറുവടി ഉപയോഗിക്കാം, എങ്ങനെ കോമ്പസ് ഉപയോഗിക്കാം എന്ന അധ്യാപനമാണ്. വിപ്ലവ യൗവനത്തിന്റെ രാഷ്ട്രീയം പോലും സ്വന്തം മണികൾക്ക് സ്റ്റഡി ക്ലാസ് എടുത്തി കൊടുക്കുന്നത്. ഇവിടെയാണ് SIOവിന്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നവനോട് ലഹരി ഉപയോഗിച്ചോ, പക്ഷെ എന്നെ തല്ലരുതെന്നാണ് മതേതര ലിബറൽ വ്യവഹാരങ്ങൾ ലോകത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ച വിദ്യാർത്ഥി സംഘടനകൾക്ക് മാക്സിമം മദ്യത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്, നീ മദ്യപിച്ചോ, എന്റെ കുതിമേത്ത് കുതിര കയറരുത്, എന്നെ അടിക്കാൻ വരരുത് എന്ന് മാത്രമാണ്. പക്ഷേ SIOവിന്റെ പ്രവർത്തകർക്ക് പറയാൻ സാധിക്കും, നീയും മദ്യപിക്കരുത്, മദ്യപിക്കാൻ പാടില്ല, മദ്യം നിന്നെ നശിപ്പിക്കും, നിന്റെ കുടുംബത്തെ നശിപ്പിക്കും, സമൂഹത്തെ നശിപ്പിക്കും എന്നവന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ആദർശമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SIO എന്ന് പറയുന്നത്. അവർ നടത്തട്ടെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ, അവർ നടത്തട്ടെ ലഹരിക്കെതിരെയുള്ള സമരം. എങ്കിൽ 5 മണിക്ക് ശേഷം മഹാസാഗരത്തെ അണിനിരത്തുകൊണ്ട് ലഹരി വിരുദ്ധ പ്രകടനം നടത്താൻ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ചങ്കൂറ്റമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, SIOവിന്റെ പ്രവർത്തകരെ, നിങ്ങൾ അഭിമാനിക്കുക. നിങ്ങൾ SIOവിന്റെ പ്രവർത്തകനാണെന്ന പേരിൽ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരാത്ത ആദർശപ്രോക്തമായ ഒരു സമരമാണ് SIO നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. 4 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി ബാധിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും വീട്ടിൽ അരിയെപ്പോലെ, പച്ചമുളകലെ പോലെ, തക്കാളിക്ക് വിലയേറിയതുപോലെ ഒരു സാധാരണ ജീവിതത്തിലെ പ്രശ്നമായി മാറിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. 4 ലക്ഷം കുട്ടികളുടെ പ്രശ്നമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഭരിക്കുന്ന സംഘടനകളുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയുമുണ്ട്. ജോലി ചെയ്യുന്നവർ ഒരു സംഘടനയെ കൂട്ടുകാർ, അതുപോലെ തന്നെ ഭരിക്കുന്നവർ മറ്റൊരു സംഘടനയുടെ കൂട്ടുകാർ. ഒരു ഫോൺ കോൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമുണ്ടായിട്ട് പോലും കേരളത്തിലെ ക്യാമ്പസുകളിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും, തിരൂരിലെ ഓരോ വീട്ടിലെയും, മലപ്പുറത്തെ ഓരോ വീട്ടിലെയും, കോഴിക്കോട് ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും
ഓരോ വീട്ടിലെയും ഓരോ പ്രശ്നമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പഞ്ചസാരക്ക് വില കൂടിയാൽ പ്രിയപ്പെട്ട രക്ഷിതാവേ നിങ്ങളുടെ ബജറ്റ് തെറ്റും. ഇതുപോലെ നിങ്ങളുടെ കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബജറ്റ് തെറ്റും. കാരണം യൂണിവേഴ്സിറ്റിയിൽ 3 വർഷം കഴിഞ്ഞാലും 6 സെമസ്റ്റർ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത, ഗ്രേഡിംഗ് കാർഡ് കിട്ടാത്ത രീതിയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. 6 ലക്ഷം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റാണ്, എൻ്റെയും നിങ്ങളുടെയും കുട്ടികളുടെ ഭാവിയാണ് ഇന്നും വിതരണം ചെയ്യപ്പെടാതെ യൂണിവേഴ്സിറ്റിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാവേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പരിചയപ്പെടുത്താൻ ഏറ്റവും നല്ല പദം ഇതാണ്. ലോകത്ത് ഒരു ഉത്തരക്കടലാസ്, ഒരു സർവകലാശാലയുടെ ഉത്തരക്കടലാസ് ലോകത്താദ്യമായി പശുതുന്ന യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്താ പഠിപ്പിക്കുന്നത്. ഇപ്പൊ പശുവിന്റെ മുതലാളിമാർക്ക്, ഓണർമാർക്ക് 250 രൂപ ഫൈൻ ഇടാനുള്ള നിയമമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. UGC സ്കെയിലിൽ ശമ്പളം വാങ്ങി തൊഴിലെടുക്കാതെ 5 മണിക്ക് മുമ്പ് വീട്ടിൽ പോകുന്ന മഹാഭൂരിഭാഗം ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ ദിവസം 500 രൂപ വെച്ച് ഫൈൻ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കുട്ടിയുടെ ഭാവി രക്ഷപ്പെടുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദര, 40 ദിവസം 4 ലക്ഷത്തോളം കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി 40 ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വരാന്തയിൽ പട്ടിണി കടന്ന് സമരം ചെയ്ത ചരിത്രമാണ് SIOവിനുള്ളത്. 7 പതിറ്റാണ്ടിൻ്റെയും 5 പതിറ്റാണ്ടിൻ്റെയും 4 പതിറ്റാണ്ടിൻ്റെയും ചരിത്രം ഉദ്ഘോഷിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ഐതിഹാസികമായ ഈ സമരയേട്, 40 ദിവസത്തെ ഉപവാസ സമരത്തിൻ്റെ ഏട് അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദര, ഇവിടെയാണ് SIO പ്രവർത്തകർ 4 ലക്ഷം കുട്ടികൾക്ക് വേണ്ടി പട്ടിണി കിടക്കാൻ തയ്യാറായത്. അതുപോലെ തന്നെയാണ് 11 കുട്ടികൾ മലബാറിൽ ആദ്യമായി 11 കുട്ടികൾക്ക് IITയിൽ അഡ്മിഷൻ ഇന്റർവ്യൂ കാർഡ് വന്നു. ഇന്റർവ്യൂ കാർഡിന് ഈ 11 കുട്ടികൾക്കും IITയിൽ ഹാജരാവണമെങ്കിൽ ഇന്റർവ്യൂവിന് ഗ്രേഡിംഗ് കാർഡ് കിട്ടണം. ഈ കുട്ടികൾ ചെയ്ത തെറ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിച്ചു എന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിച്ച ഈ കുട്ടിക്ക് 11 കുട്ടികൾക്ക് IITയിൽ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി SIOവിൻ്റെ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ കൺട്രോളർ പറഞ്ഞു, നിങ്ങൾ ഈ 11 കുട്ടികളുടെ കാര്യം തീരുമാനിക്കുക. 1.5 ലക്ഷം കുട്ടികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ 11 കുട്ടികൾക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ 5 മണിക്ക് ശേഷമായാലും ശരി നിങ്ങൾ വീട്ടിൽ പോവരുതെന്ന് പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ കൺട്രോളർ എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ SIOവിൻ്റെ പ്രവർത്തകർക്ക് കൊടുത്തത് എന്ത് രസകരമായ നിർദ്ദേശമാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സമരം ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദര? എന്തിനാണ് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ശല്യമായി മാറിയത് എന്ന് ചോദിച്ചു. ഞങ്ങൾ കഴിഞ്ഞ സിൻഡിക്കേറ്റിന്റെ കാലഘട്ടത്തിൽ 14,000 ഉത്തര പേപ്പർ കാണാതായിട്ടുണ്ട്. ഇപ്പോൾ 11,000 ഉത്തർ പേപ്പർ മാത്രമാണ് കാണാതായിട്ടുള്ളത്. 3,000 ഉത്തർ പേപ്പറിന്റെ എണ്ണം ഞങ്ങൾ കുറച്ചില്ലേ എന്നാണ് ഉത്തരവാദപ്പെട്ട ഒരു കൺട്രോളർ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരോട് സംസാരിക്കുന്നത്. ഇത്ര കെടുകാര്യസ്ഥതയുള്ള, ഇത്ര കൃത്യവിലോപമുള്ള ഒരു യൂണിവേഴ്സിറ്റി ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? അതിൻ്റെ തിരുമുറ്റത്ത് ആ ക്യാമ്പസിനുള്ളിൽ SIO പ്രവർത്തകരുടെ പരമ്പര നീളുന്ന സമര പരമ്പരകളുടെ ഒടുവിലാണ് അല്പമെങ്കിലും സർട്ടിഫിക്കറ്റുകൾ, ഗ്രേഡിംഗ് കാർഡുകൾ വിതരണം ചെയ്യാൻ സാധിച്ചത്. ഈ 11 കുട്ടികൾ IITയിൽ അഡ്മിഷന് ഹാജരായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അത് SIO പ്രവർത്തകന്റെ വിയർപ്പാണ്. നിങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ ഇന്നെത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഈ സർട്ടിഫിക്കറ്റിൽ SIO പ്രവർത്തകന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. ഇങ്ങനെ വിയർപ്പിന്റെ ഗന്ധം നിർമ്മാണാത്മകമായ സമരത്തിൽ പറയുവാൻ അർഹതയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്താണ് പറയാൻ സാധിക്കുക? ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ പറയാൻ മാക്സിമം അവർക്ക് സാധിക്കുക, വിറങ്ങലിച്ച് 51 വെട്ടേറ്റ് വിറങ്ങലിച്ച് കിടക്കുന്ന ഒരു മൃതദേഹത്തിന്റെ മുഖത്ത് വെട്ടി 51 വെട്ടിൽ ഒരു വെട്ട് എന്റേതാണെന്ന് പറയാനല്ലാതെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ, നിങ്ങളുടെ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ എൻ്റെ വിയർപ്പുണ്ടെന്ന് പറയാൻ പറ്റുന്ന വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സഹോദര? ഇതാണ് SIO നയിച്ച സമരങ്ങൾ എന്ന് പറയുന്നത്, SIO ഇടപെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം വസന്തകാലത്തെ കൂട്ടുപിടിക്കുന്നത്. ഏകാധിപത്യങ്ങൾ മറിഞ്ഞു വീണ ലോകത്തെ പല സിംഹാസനങ്ങൾക്കും വിള്ളലേറ്റ് ചെറുപ്പം തെരുവിനെ തിരിച്ചുപിടിച്ച, ചെറുപ്പത്തെക്കുറിച്ച എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും തിരുത്തി എഴുതിയ വസന്തമായിരുന്നു. അമേരിക്കൻ ചരിത്രകാരനായ ഫുക്കയാമോ എന്ന് പറയുന്ന ചരിത്രകാരൻ
എഴുത്തുകാരൻ ദ എൻഡ് ഓഫ് ഹിസ്റ്ററി, ചരിത്രം അവസാനിച്ചു എന്ന് പറഞ്ഞു. ഇനി ചരിത്രത്തിൽ ഒരു ഉദയമുണ്ടാവുകയില്ല. അമേരിക്ക പറയും ലോകം അംഗീകരിക്കും, അമേരിക്ക പറയും ലോകം കേൾക്കും, അമേരിക്ക ഉടമയും ലോകം അടിമയുമല്ലാത്ത ചരിത്രത്തിന്റെ മറ്റൊരു നിർണയം ഇനി ലോകത്ത് ഉദയം ചെയ്യുകയില്ല എന്ന് അമേരിക്കയിലെ ഫുകുയാമോ മുതൽ നമ്മുടെ നാട്ടിലെ നാടൻ ചായക്കട നടത്തുന്ന വയസ്സായ വൃദ്ധരായ ആളുകൾ പോലും ഈ ചെറുപ്പത്തിന് എന്ത് പറ്റി, തലതിരിഞ്ഞു പോയല്ലോ എന്ന് വിലപിക്കുന്ന ഘട്ടത്തിൽ അതേ ഫുകുയാമോയെയും നമ്മളെ ചായക്കടയിലെ പാവപ്പെട്ട സാധാരണക്കാരനെയും അമ്പരപ്പിച്ചുകൊണ്ട് കേണൽ മുഅമ്മർ ഗദ്ദാഫിയുടെ, ഹുസ്നി മുബാറക്കിന്റെ, ബിൻ അലിയുടെ സിംഹാസനത്തെ തട്ടിത്തെറിപ്പിച്ച് ലോകത്ത് ചെറുപ്പം ജീവിക്കുന്നുവെന്ന് തെളിയിച്ച ചെറുപ്പത്തിന്റെ അനന്തരമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെയും ആലി മുസ്ലിയാരുടെയും മക്തൂം തങ്ങളുടെയും അലബി തങ്ങളുടെയും ഫസൽ തങ്ങളുടെയും പരമ്പര കണ്ണിയറ്റു പോയിട്ടില്ല. ഇനി തിരൂരിന് ട്രാജഡിയുടെ ചരിത്രമല്ല, ഇനി തിരൂരിന് വാഗൺ ട്രാജഡിയുടെ ചരിത്രമല്ല. കീഴടങ്ങാത്ത, കോംപ്രമൈസ് ഇല്ലാത്ത സാമ്രാജ്യത്വ വിരുദ്ധതയുടെ വികാരം തോളിലേറ്റി നടക്കുന്ന കേണൽ മുഅമ്മർ ഗദ്ദാഫിയുടെ സിംഹാസനത്തിന് വിള്ളലേൽപ്പിച്ച അതേ ചെറുപ്പം അറബിക്കലിന്റെ ഓരം ചുറ്റി ഇതാ പ്രതിജ്ഞ എടുക്കുന്നു. അനീതി ഞങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല, രണ്ട് നീതി ഞങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല. ഞങ്ങളുടെ ഒരു സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചത് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദ തെറ്റാണെങ്കിൽ പ്രിയപ്പെട്ട ഭരണകൂടമേ നിങ്ങൾ ഉത്തരം പറയണം. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നത് തെറ്റ്, അനീതി ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ എല്ലാ ഹിംസയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വെടിയേറ്റ് മരിച്ചവർ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവരാണ്. അവർക്ക് ക്രിസ്മസ് ഇല്ല, അവർക്ക് ഡിസംബർ 25-ന് കൊല്ലം ജില്ലയിലെ പാവപ്പെട്ട ആ കുടുംബം ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. മറിച്ച് അവരെ വെടിവെച്ച് കൊന്ന് പ്രതിയാണെന്ന് കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭരണകൂടം കണ്ടെത്തിയ, നീതിന്യായ വ്യവസ്ഥ തെളിയിച്ച, നീതിന്യായ വ്യവസ്ഥ ഭരണകൂടത്തെ വിമർശിച്ച അത്രയും വലിയ കുറ്റവാളികളെ ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും ആഘോഷിക്കാൻ ഇറ്റലിക്ക് പറഞ്ഞുവിട്ട ഒരു രാജ്യത്ത് ജീവിക്കേണ്ട ഗതികേട് ഓർത്ത് പ്രിയപ്പെട്ട ചെറുപ്പമേ തല താഴ്ത്തുക. നിങ്ങളോട് പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്, നിങ്ങളിപ്പോ മരം വെച്ച് പിടിപ്പിച്ചോ എന്നാണ്. നിങ്ങൾക്ക് വിറകാവാം, 3 കൊല്ലം കൊണ്ട് വിറക് കിട്ടും, അങ്ങനെ കത്തിക്കാം. ഗ്യാസിന്റെ അടുത്തേക്ക് വരണ്ട, മണ്ണെണ്ണയുടെ അടുത്തേക്ക് വരണ്ട, ഡീസൽ ഉപയോഗിക്കണ്ട, പെട്രോൾ ഉപയോഗിക്കണ്ട എന്നാണ്. ചെറുപ്പം മരം നടും, മരം വളരും, 2-3 വർഷം കഴിഞ്ഞാൽ മരം നടും. ചെറുപ്പം മരം വെട്ടി കത്തിക്കും, പക്ഷേ സ്വന്തം മടുപ്പിലായിരിക്കുകയില്ല. തലതെറിഞ്ഞ വികസനം നടക്കുന്ന ഭരണാധികാരിയുടെ ഭൂമുഖത്ത് ചെറുപ്പം വിറക് വെച്ച് കത്തിക്കും. അതേ ചെറുപ്പമാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി, ചെറുപ്പം അതിന്റെ ദൗത്യം നിർവഹിച്ചെടുത്താണ്. സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ത്യയുടെ ക്യാമ്പസുകളിൽ, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ, ഇന്ത്യയുടെ ക്യാമ്പസുകളിൽ പറയുന്നത്, വസന്തകാലത്തിന് ചെറുപ്പത്തിന്റെ കൈമുദ്ര എന്ന പ്രമേയം മലപ്പുറം ജില്ലാ കമ്മിറ്റി അവരുടെ ഐതിഹാസികമായ പ്രൗഢോജ്വലമായ വാക്കുകൾക്ക് അതീതമായ ചരിത്ര മഹാസംഗമത്തിന് വിശേഷിപ്പിക്കുവാൻ വേണ്ടി അവർ ഉപയോഗിച്ച് വസന്തകാലത്തെ കുറിച്ചാണ്. ആർക്കാ വസന്തകാലത്തെ കുറിച്ച് പറയാൻ അർഹത? ആരാണ് വസന്തത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചിലേറ്റുന്നത്? സോഷ്യലിസം പാർട്ടി ഓഫീസുകളിൽ പടിപിടിച്ച് കിടക്കുമ്പോൾ മുതലാളിത്തം ഒബാമയുടെ പിച്ചച്ചട്ടിയിൽ ചില്ലറകളായി ഒബാമയുടെ പോലും ദാരിദ്ര്യം മാറ്റാൻ മുതലാളിത്തത്തിന് കഴിയാത്ത സ്ഥിതി വന്നപ്പോൾ ലോകത്തെ ചെറുപ്പം അംഗീകരിച്ചു. ഇനി ഞങ്ങളുടെ തൊഴിലില്ലായ്മക്ക്, ഇനി ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, ഇനി ഞങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിന് ഒരൊറ്റ പോംവഴിയുള്ളൂ, അല്ലാഹു അക്ബർ എന്നാണ് അവർ മുദ്രാവാക്യം മുഴക്കിയത്. കിഫായ എന്ന് 2 മുദ്രാവാക്യമാണ്. 27% ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവമാണ് ചെറുപ്പക്കാരെ, ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവമാണ്. വോൾട്ടയറെ കുറിച്ച്, റൂസോയെ കുറിച്ച് എൻ്റെയും നിങ്ങളുടെയും കുട്ടി പഠിക്കുന്നില്ലേ? ഫ്രഞ്ച് വിപ്ലവം ലോകത്തെ അതിമഹത്തായ വിപ്ലവമെന്ന്. പക്ഷേ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ലോകത്തെ 2.5% ജനങ്ങളാണ് പങ്കെടുത്തത്. പക്ഷേ ഈജിപ്തിലെ തഹ്രീർ സ്ക്വയറിൽ മാത്രം ഈജിപ്തിലെ 27% ചെറുപ്പം പങ്കെടുത്തു. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ബുദ്ധിജീവികൾ, ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും SIO അല്ല പറയുന്നത്. ബുദ്ധിജീവികൾ പറയുന്നു, ഞങ്ങളുടെ രാഷ്ട്രീയ ഗവേഷണ ജീവിതത്തിലെ ഏറ്റവും വലിയ ജനകീയ റവല്യൂഷൻ ആരാ നേതൃത്വം കൊടുത്തത്? വായിൽ ഗുനൈം എന്ന് പറയുന്ന 25 വയസ്സുകാരൻ, മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ശുദ്ധ മതമൗലികവാദിയും വർഗീയവാദിയുമായ പ്രസ്ഥാനങ്ങൾ രക്തരഹിതമായി പര്യവസാനിപ്പിച്ചതിൻ്റെ പേരിൽ ഇത്രയധികം ജനങ്ങൾ ഒരുമിച്ചുകൂടി രക്തരഹിതമായി വിപ്ലവം പര്യവസാനിച്ചതിൻ്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് മുസ്ലിം ബ്രദർഹുഡിനാണെന്ന് വെണ്ടക്ക നിരത്തി ഈജിപ്തിലെ ഹുസ്നി മുബാറക്ക് സ്പോൺസേഡ് ചെയ്ത എല്ലാ
പത്രങ്ങളും തിരുത്തി എഴുതിയ കാലഘട്ടത്തിൽ എല്ലാ ആളുകളും പറഞ്ഞ വാക്കുകൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങേണ്ടി വരുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്തേ വിദ്യാർത്ഥി സംഘടനകൾക്ക് പറ്റി? അവർ വസന്തത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവർ സംസാരിക്കുന്നത് ഏതെങ്കിലും ജനകീയ വിഷയങ്ങളെ കുറിച്ചല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ സമരാഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമര കോലാഹലങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഐതിഹാസികമായ സമരം നയിച്ചു എന്ന് പറയാൻ പറ്റുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. ഏത് സമരമാണ് അവർ നയിച്ചത്? സ്വാശ്രയ വിരുദ്ധ സമരം നയിച്ചതിന്റെ പേരിൽ 5 രക്തസാക്ഷികൾ അവർക്കുണ്ടായി. ഏറ്റവും വലിയ വിദ്യാർത്ഥി സമരം. രണ്ടാമത്തെ സമരം ഏതാണ്? ഉച്ചക്കഞ്ഞി സമരമാണ്. ഉച്ചക്കഞ്ഞി കൊടുക്കുവാൻ, സ്കൂളിൽ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുവാൻ വേണ്ടി നടത്തിയ സമരമാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത്. ഈ 2 സമരത്തിന് എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിലാക്കണം. അതേ രക്തസാക്ഷികളെ സൃഷ്ടിച്ച അതേ മണ്ണിൽ സ്വാശ്രയ കോളേജ് സ്ഥാപിച്ച്, പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച് 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കോഴ വാങ്ങി 80 ലക്ഷം രൂപ കൊടുക്കുന്ന ആളുടെ കുട്ടിക്ക് പരിയാരം മെഡിക്കൽ കോളേജിലും അതിൻ്റെ രക്ഷിതാവിന് സ്റ്റേറ്റ് കമ്മിറ്റിയിലും റിസർവേഷൻ കൊടുക്കുന്ന രീതിയിൽ വരെ കേരളത്തിലെ ക്ഷുഭിത യൗവനം അധപതിച്ചു പോയെങ്കിൽ, ചെയ്ത സമരത്തെ ഒറ്റിക്കൊടുത്തെങ്കിൽ, അതുപോലെ തന്നെ ഉച്ചക്കഞ്ഞി അഴിമതി അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപയുടെ അരി തിരിമറി ചെയ്തത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. തൊഴിലാളി പാർട്ടിയുടെ, സർവ്വരാജ്യ തൊഴിലാളികളുടെ മുഷ്ടിയും ചലങ്ങുകളും ചങ്ങലകളുമെല്ലാം സ്വന്തം പോസ്റ്ററിൽ മുദ്രയടിച്ചു കൊടുക്കുന്ന അതേ പാർട്ടി പാവപ്പെട്ടവന്റെ കുട്ടിക്ക് ഉച്ചയൂണും ഉച്ചക്കഞ്ഞിയുമായി കൊടുക്കേണ്ട അരി ബ്രാഞ്ച് കമ്മിറ്റികൾ മുഖേന കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയെന്നാണ്. ചെയ്ത എല്ലാ സമരങ്ങളെയും നമ്മൾ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉയർത്തിയ കൊടി താഴ്ത്തി കെട്ടേണ്ടി വന്നു, എടുത്ത നിലപാടുകൾ മാറ്റി പറയേണ്ടി വന്നു, വിളിച്ച എല്ലാ മുദ്രാവാക്യങ്ങളും വിഴുങ്ങേണ്ടി വന്നു. ഇസ്ലാമിലെ സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ച്, മഫ്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച് സായിപ്പിന്റെ വയറ്റത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വയറ്റത്ത് തൊഴിച്ച് പാരീസ് എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് തവക്കുൽ കർമാൻ വിമാനമിറങ്ങുമ്പോൾ ലോകത്ത് തിരിച്ചുവരവുകളുടെ കഥയാണ് നമുക്ക് പറയാൻ. ഹുസ്നി മുബാറക് എന്ന ഏകാധിപതി, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ പോൾ ലറൂഡി എന്ന് പറഞ്ഞ ഏറ്റവും ഫ്രീ ഗസ മൂവ്മെന്റ് എന്ന് പറയുന്ന ഗസക്ക് വേണ്ടി ആദ്യം ശബ്ദമുയർത്താൻ അതേ നാട്ടിൽ ഗസയെ ഏറ്റവും കൂടുതൽ എതിരാളികളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ സിറ്റിയുടെ നടുത്തളങ്ങളിൽ വെള്ളക്കാരന്റെ മുന്നിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ധീരനായ ഒരു വ്യക്തിത്വം. ഈ വ്യക്തിത്വമാണ് വെടിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ക്യാമ്പിലേക്ക് ഫലസ്തീനികൾക്ക് വേണ്ടി വെടിയേൽക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സ്വന്തം ദേഹത്ത് വെടിയുണ്ടയറ്റ് വാങ്ങി ഇന്ന് നിങ്ങളുടെ മുന്നിൽ വാക്ക് സ്റ്റിക്കുമായി നടക്കുന്ന പോൾ ലറൂഡി എന്ന ധീരനായ വിപ്ലവകാരി എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ മുട്ടിലിഴയുന്ന ലോകത്തിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും ഭീഷണിപ്പെടുത്തിയാൽ അവരുടെ കൂടെ ആഘോഷപൂർവ്വം നിന്നിരുന്ന ലോകക്രമത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കയില്ലെന്ന് പറഞ്ഞ് 133 രാഷ്ട്രങ്ങൾ. വസന്തത്തിന്റെ സ്വാധീനം അതാണ് വസന്തത്തിന്റെ സ്വാധീനം. അമേരിക്കയുടെ ആധിപത്യം തകർത്തു, ഇസ്രായേലിന്റെ തിട്ടൂരം തകർത്തു. അത് കഴിഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പെർഫോമൻസ് ഉണ്ട്. തിരൂർ ടൗണിൽ ഒരു കവലച്ചട്ടമ്പി തോറ്റാൽ എങ്ങനെയാണോ പെരുമാറുക, നിന്നെ ഞാൻ കാണിച്ചു തരാമടാ, നീ അങ്ങോട്ട് വാ എന്നതുപോലെ UN അവിടെ നടത്തലത്തിൽ ബാലൻസ് തെറ്റിയ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ലോകം നമുക്ക് കാണിച്ചു തന്നു. ചെറുപ്പക്കാരെ, ബാലൻസ് തെറ്റിയ ഇസ്രായേൽ പ്രധാനമന്ത്രി, മൗനം പാലിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ്, ഒടുവിൽ സ്വന്തം രാജ്യത്തെ സാമ്പത്തിക സുസ്ഥിതി ഇല്ലാതെയായപ്പോൾ പിച്ചച്ചട്ടിയുമായി ഇന്ത്യ രാജ്യത്തേക്ക് കുടിയേറിയ അമേരിക്കൻ പ്രസിഡന്റ് 6 ലക്ഷം ഇന്ത്യക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് മിസ്റ്റർ ഒബാമ ഇന്ത്യയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് വിമാനമിറങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദര, ഈ അമേരിക്കക്ക് എന്ത് വേദനയും കഷ്ടപ്പാടും ഉണ്ടായാൽ ലോകത്താദ്യം അത് മാറ്റാൻ തയ്യാറും പ്രതിജ്ഞാബദ്ധതുമായ ലോകത്തൊറ്റ അനുസരണമുള്ള രാഷ്ട്രമേ ഉള്ളൂ. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഇന്ത്യ മഹാരാജ്യമാണ്. അതുകൊണ്ട് അമേരിക്ക ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഡോക്ടർ മൻമോഹൻ സിംഗ് ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ബ്രിട്ടൻ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ വിൻഡോ തുറന്നു കൊടുത്തു. ഇങ്ങനെ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് പാശ്ചാത്യർ പോലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് ഡൽഹിയിൽ ബലാത്സംഗം നടന്നപ്പോൾ കൂട്ടബലാത്സംഗത്തിനിരയായ ആ കുട്ടി ഇന്ന് രാവിലെ പുലർച്ചെ 2:15 കൊല്ലപ്പെട്ടു. അതിദാരുണമായ നിഷ്ഠൂരമായ സംഭവത്തിൽ ഹിന്ദു വൈദികൾ പോലും ഹിന്ദുത്വ സംഘടനകൾ പോലും ഇവിടെ ഇസ്ലാമിക ശരീഅത്താണ് ഏറ്റവും നല്ലതെന്ന് തലക്ക് കൈയടിച്ച് വിലപിക്കേണ്ട ഒരു ഗതികേട് വന്നു. അതുപോലെ തന്നെ ബ്രിട്ടനിലെ ബിഷപ്പ് പത്രക്കാരുടെ മുന്നിൽ പറഞ്ഞു, ബ്രിട്ടൻ ആവശ്യം ഇസ്ലാമിക ശരീഅത്താണ്. ബിഷപ്പിനോട് പത്രക്കാർ ചോദിച്ചു, അല്ല ബിഷപ്പേ, നിങ്ങൾക്കെന്താ ഇസ്ലാമിനോട് ഇത്ര മുഹബത്ത്
എന്ന് ചോദിച്ചപ്പോൾ പത്രക്കാരുടെ മുന്നിൽ ബിഷപ്പ് പറഞ്ഞ മറുപടി, ബ്രിട്ടനിലെ ഏറ്റവും വലിയ മതത്തിൻ്റെ ആചാര്യൻ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട രക്ഷിതാവേ, നമ്മുടെ ചെറുപ്പക്കാർ, അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ചെറുപ്പക്കാർ, രാത്രിയായാൽ എൻ്റെ മകൻ എൻ്റെ കൂടെ കിടന്നുറങ്ങാൻ 10 മണിയായാൽ വീട്ടിലുണ്ടാവണമെന്നത് ബ്രിട്ടനിലെ ഒരു മാതാവിൻ്റെ നടക്കാത്ത സ്വപ്നമാണ്, ബ്രിട്ടനിലെ ഒരു പിതാവിൻ്റെ നടക്കാത്ത സ്വപ്നമാണ്. ഇങ്ങനെ സ്വന്തം കുട്ടി അരികത്തുണ്ടാവണമെന്ന് ബ്രിട്ടനിലെ ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വപ്നമാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ലോകത്ത് ഒറ്റ മരുന്നേ ഉള്ളൂ, ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുക എന്ന് ലോകത്തെ ഏറ്റവും മതത്തിൻ്റെ ആചാര്യൻ പറഞ്ഞുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ പയറ്റിയ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും വീട്ടിലേക്ക് മകനെ തിരിച്ചെത്തിക്കാത്ത പ്രത്യയശാസ്ത്രങ്ങളാണ്. അതാണല്ലോ ഉമ്മ ചോദ്യം ചെയ്താൽ ഉമ്മയെ മാത്രമല്ല ഉമ്മയുടെ തറവാട് അന്വേഷിച്ചു പോയി വെടിവെച്ച് കൊല്ലുന്ന അത്രയും ഭീകരമായ മർദ്ദനം 15ഉം 16ഉം വയസ്സുകാർ നടത്തുമ്പോൾ മെന്റൽ ക്ലിനിക്കുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി അമേരിക്ക ഏറ്റവും കൂടുതൽ ഈ വർഷം ബജറ്റിൽ പൈസ വകയിരുത്തിയത് മെന്റൽ ട്രീറ്റ്മെന്റ് നടത്തുവാൻ വേണ്ടിയുള്ള ഏറ്റവും സൗകര്യമുള്ള മെന്റൽ ക്ലിനിക്കുകൾ സ്ഥാപിക്കുവാൻ വേണ്ടിയാണെന്നറിയുമ്പോൾ എവിടെ പോയി അമേരിക്കയുടെ കൾച്ചർ, എവിടെ പോയി ബ്രിട്ടന്റെ കൾച്ചർ, എവിടെ പോയി അമേരിക്ക കുറ്റിയേറ്റുപോയി എന്ന് പരിതപിച്ച ഉത്തരാഫ്രിക്കയിലെയും മധ്യേഷ്യയിലെയും ചെറുപ്പക്കാർ ഈ വസന്തം ആഞ്ഞടിച്ചുപോയി. വസന്തം സൗരഭ്യം പരത്തുക മാത്രമല്ല, അതിഗംഭീരവും ശാന്തവുമായ രീതിയിൽ അധികാരികളെ വിറങ്ങലി കൊള്ളിച്ചു. ഡൽഹിയിൽ നിന്ന് അണപെട്ടിക്കൊണ്ടിരിക്കുന്ന ഡൽഹിയിൽ എല്ലാ വിലക്കുകളും നിരോധാജ്ഞകളും ലംഘിച്ചുകൊണ്ട് ചെറുപ്പം ഡൽഹിയുടെ തെരുവിൽ അഴിഞ്ഞാടുന്നത് ഈ വസന്തത്തിന്റെ തുടർച്ചയാണ്. വൈറ്റ് ഹൗസിന് മുന്നിൽ ഓക്യുപ്പൈ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം വെള്ളക്കാരായ യുവാക്കൾക്ക് നടത്താൻ പ്രചോദനം നിങ്ങൾ അപരിഷ്കൃതരും മൗലികവാദികളും എന്ന് പറഞ്ഞ അതേ യുവാക്കളുടെ പ്രചോദനമാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ വസന്തത്തിന്റെ നേൽപ്പിന്മുറക്കാരായി നമ്മൾ ക്യാമ്പസുകളിൽ മുന്നേറുക. ഈ കൊടി നമുക്കറിയാം, 30 വർഷത്തെ ഏകാധിപത്യത്തിന്റെ അന്ത്യം കുറിച്ച കൊടിയാണെങ്കിൽ അതേ കൊടി മലപ്പുറം ജില്ലയിലെ പല ക്യാമ്പസുകളിലെയും 3 പതിറ്റാണ്ട് ആധിപത്യം കിട്ടിയ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും ചരിത്രത്തിൽ തോൽവി കുറിച്ച 3 പതിറ്റാണ്ടിന്റെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച ഒരു ത്രിവർണ്ണ പതാകയാണ് സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ത്രിവർണ്ണ പതാക. അത് നിങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ TKM കോളേജ് എന്ന കൊല്ലത്തിലെ TKM കോളേജ് കേരളത്തിലെ 76 വർഷം പഴക്കമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന, കേരളത്തിൽ ആകെയുള്ള യൂണിയൻ TKM കോളേജിലാണ്. ആ വിദ്യാർത്ഥി സംഘടനയുടെ മേൽവിലാസമില്ലാതാക്കിയത് സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അതുകൊണ്ട് ഈ കൊടിയുടെ മേലിൽ ആദർശബോധത്തോടു കൂടി അണിനിരക്കുക. വിശുദ്ധ ഇസ്ലാം ലോകത്തെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുമ്പോൾ നിങ്ങളും കൂട്ടമായി ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നിൽ അണിനിരക്കുക. ചെറുപ്പം മരിച്ചിട്ടില്ലെന്ന് മുതിർന്നവരുടെ മുന്നിൽ ഉറക്കെ നമ്മൾ പ്രഖ്യാപിക്കുക. പ്രിയപ്പെട്ട രക്ഷിതാവേ, നിങ്ങളുടെ മകൻ സാമൂഹ്യ ബോധമുള്ള പൗരബോധമുള്ള ഒരു മകനായി വളരണമെങ്കിൽ ഉറക്കാത്ത കാലുകളുമായി കലങ്ങിയ കണ്ണുകളുമായി തൻ്റെ മകൻ രാത്രി വീട്ടിൽ വന്ന് മുട്ടരുതെന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട രക്ഷിതാവേ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യ രാജ്യത്ത് ഒറ്റ വിദ്യാർത്ഥി സംഘടന സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. SIOവിൽ നിങ്ങൾ അണിചേരുക. മേരി ഷാൻ SIO സിന്ദാബാദ്. അസ്സലാമു അലൈക്കും. തുടർന്ന് SIO മലപ്പുറം ജില്ലയുടെ പുതിയ പ്രവർത്തന കാലയളവിലേക്കുള്ള നേതൃത്വത്തെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി SIOവിന്റെ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് S ഇർഷാദിനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ രാഷ്ട്രീയത്തിൻ്റെ തിരൂർ വസന്തത്തെ അഭിവാദ്യം ചെയ്യുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. മലപ്പുറത്തെ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളുടെ സ്വപ്നവും പ്രതീക്ഷയെയും മുന്നോട്ട് നയിക്കുവാൻ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള 10,000-കണക്കായ ഈ മഹാപ്രവാഹത്തെ മുന്നോട്ട് നയിക്കുവാൻ SIOവിൻ്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം ജില്ലാ നേതൃത്വത്തെ ഈ സന്ദർഭത്തിൽ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. 2013 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലേക്ക് ജില്ലാ പ്രസിഡന്റായി സഹോദരൻ അഷ്റഫ് KK യെ തിരഞ്ഞെടുത്തു.
ജനറൽ സെക്രട്ടറി സഹോദരൻ അബ്ദുൽ ജലീൽ KV, ക്യാമ്പസ് സെക്രട്ടറി റസീൻ ബാബു. SIO സിന്ദാബാദ്! SIO സിന്ദാബാദ്! ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയുടെ ജോയിന്റ് സെക്രട്ടറിയായി സഹോദരൻ കമാൽ വേങ്ങര. പബ്ലിക് റിലേഷൻ ജോയിന്റ് സെക്രട്ടറിയായി സഹോദരൻ അലിഫ് ഷുക്കൂർ. അല്ലാഹു അക്ബർ! അല്ലാഹു അക്ബർ! നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ടതില്ല. തീർച്ചയായും അത് ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് എന്ന വിശ്വാസം, എന്ന പ്രതീക്ഷ പകരുന്നതായിരുന്നു നിങ്ങളുടെ യുവനായകൻ്റെ പ്രസംഗം എന്ന നിലയിലല്ല, തീർച്ചയായും അതിൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ അത് നിഷേധിക്കാൻ പ്രയാസമുള്ളതാണ്. പിന്നെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. അതുകൊണ്ട് അപവദിക്കാമെന്ന് നമ്മുടെ മതേതര ചാവേറുകൾ തീരുമാനിച്ചാൽ അത് മറ്റൊന്നും അവർക്കിനിയും സാധ്യമല്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ സമാധാനിച്ചാലും മതി. ഞാനിത് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഡൽഹിയിൽ വൻ പ്രതിഷേധവും ജനരോഷവും അരങ്ങേറുകയാണ്. അത് ദിവസങ്ങളായി ആരംഭിച്ചിട്ട്. അതിനുണ്ടായ പ്രകോപനം എന്തെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിർഭാഗ്യവതിയായ എന്നാൽ നിരപരാധിയായ ഒരു യുവതി ബസ്സിൽ യാത്ര ചെയ്യുക എന്ന മഹാസാഹസത്തിന് വരുമ്പെട്ടതിൻ്റെ പേരിൽ അതീവ മൃഗീയമായി, ഒരു പക്ഷേ ആരും കേട്ടാൽ ഞെട്ടിപ്പോവുകയും അമ്പരക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ക്രൂരമായ ബലാത്സംഗത്തിനിരയായി ഒടുവിൽ ആ സഹോദരി ഇന്ന് പുലർച്ചെ മരണപ്പെട്ടു. ഇതിന് പ്രതികാരം ചെയ്യണം. ഈ സംഭവത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. താമസിയാതെ അവർക്ക് മാക്സിമം പരമാവധി ശിക്ഷ നൽകണം. അത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൽ കുറഞ്ഞ ഒന്നുമാവരുത്. എന്ന് പറഞ്ഞാൽ അവരെ പച്ചയ്ക്ക് തൂക്കിക്കൊല്ലണം എന്ന ആവശ്യമാണ് ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകമാനമുള്ള തെരുവുകളിൽ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. വനിതാ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും മാത്രമല്ല, മറ്റ് സാമൂഹ്യ പ്രവർത്തകരും അവരുടെ കൂട്ടായ്മകളും എല്ലാം ഈ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നിങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്ന കാര്യം അറബ് വസന്തം, അതിന് തന്നെ പരോക്ഷമായ ഒരു സ്വാധീനമാണ് ഈ പ്രക്ഷോഭമെന്ന് കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തീർച്ചയായും ഭരണകൂട ഭീകരതയ്ക്കെതിരെ, ഭരണകൂട നിരുത്തരവാദിത്വത്തിനെതിരെ, അഴിമതി നിറഞ്ഞ സർക്കാരുകൾക്കെതിരെ, മനുഷ്യാവകാശം നിങ്ങൾ നിഷേധിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ, ബുള്ളറ്റിൻ്റെയും അതുപോലെ ബാലറ്റിൻ്റെയും അല്ലാത്ത മൂന്നാമതൊരു മാർഗമുണ്ട്. അത് തെരുവ് പ്രക്ഷോഭത്തിൻ്റെതാണ് എന്നാണ് അറബ് വസന്തം കാണിച്ചു തന്നത്. നമ്മുടെ ഈ നൂറ്റാണ്ടിൽ, 21ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഏറ്റവും വലിയ സംഭവവികാസം, ഏറ്റവും ശ്രദ്ധേയമായ സംഭവവികാസം ഇതാണെന്ന് ഞാൻ പറയും. പുതിയൊരു മാർഗം തെളിഞ്ഞു വന്നിരിക്കുന്നു. ആ മാർഗത്തെക്കുറിച്ച് അശുഭാപ്തി വിശ്വാസം പുലർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് സെക്യുലറല്ല, മതേതരമല്ല, അത് ഇടതുപക്ഷമല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ തിരിയുന്ന ബുദ്ധിജീവികളും എഴുത്തുകാരും പത്രക്കാരും മീഡിയക്കാരും ഒക്കെ നമുക്ക് ധാരാളമുണ്ട്. എന്നാൽ അതിനപ്പുറത്ത്
അവർ സമ്മതിക്കുന്ന വസ്തുത. അപ്രതീക്ഷിതമായ ഈ യുവജന മുന്നേറ്റം അത് ലോകത്തിന് തിരുത്തിൻ്റെ ഒരു പുതിയ വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വഴിയെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നതടക്കമുള്ള പ്രക്ഷോഭം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായ ഒരു കുഴപ്പമുണ്ട്. ഡൽഹിയിലെ പ്രക്ഷോഭകാരികൾക്ക്, എങ്ങുമുള്ള പ്രക്ഷോഭകാരികൾക്ക് ദിശാബോധമില്ല. ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ നടപടിയെടുത്താൽ അവരാവശ്യപ്പെടുന്ന വിധത്തിൽ ഭരണഘടനയല്ല ഇന്ത്യൻ ശിക്ഷാ നിയമം ഭേദഗതി ചെയ്താൽ, അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഏർപ്പെടുത്തി വിചാരണ എളുപ്പത്തിൽ നടത്തി 6 പ്രതികളെയും ശിക്ഷിച്ചാൽ, അവർക്ക് പരമാവധി തൂക്കുമരം തന്നെ നൽകിയാൽ യാതൊന്നും ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നില്ല. വളരെ വൈകാരികമായ വികാരത്തിൻ്റെ ഉച്ചാവസ്ഥയിലുള്ള ഒരു പ്രതികരണം മാത്രമാണ്. യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് വളരെ വളരെ അത് അകന്നിരിക്കുകയാണ്. 2 ദിവസങ്ങളായി ചാനലുകളിൽ വരുന്ന ചർച്ചകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. വളരെ വളരെ ബുദ്ധിജീവികളെന്ന്, സാമൂഹ്യ പ്രവർത്തകരെന്ന്, രാഷ്ട്രീയ നേതാക്കളെന്നൊക്കെ നമ്മൾ കരുതുന്ന ആളുകൾ പോലും ഈ തരത്തിലുള്ള പ്രതിവിധിയാണ് സംഭവത്തിന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 6 പേരിൽ ഒരാൾ പ്രായപൂർത്തി എത്താത്തയാളാണ്. ബാക്കി 5 പേര് കക്ഷിച്ച് പ്രായപൂർത്തി എത്തിയെന്നേ ഉള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചിന്തിക്കാൻ നമ്മുടെ രാജ്യവും ജനങ്ങളും തയ്യാറായിട്ടില്ല. ജനങ്ങളെ കുറ്റം പറയേണ്ടതില്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി ഈ രാജ്യത്തിലെ ഭരണകൂടവും ഈ രാജ്യത്തിലെ മീഡിയകളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളുടെ തലച്ചോറ് അപഹരിച്ചെടുത്തതിൻ്റെ ഫലമാണത്. ചിന്തിക്കാനുള്ള ശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ 5-6 പേരെ തൂക്കിലേറ്റിയാൽ തന്നെയും ഇന്ത്യയിലെ ഈ ബലാത്സംഗ സംസ്കാരം, ഈ കൊലപാതക സംസ്കാരം, ഈ ക്രിമിനലുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം, കുറ്റങ്ങൾ പെരുകി പെരുകി എത്താവുന്നിടത്തോളം എത്തിക്കഴിഞ്ഞ ഈ പരിതസ്ഥിതി അത് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഏത് വിഡ്ഢിയാണ് തെറ്റിദ്ധരിക്കുന്നത്? വാസ്തവത്തിൽ ഇത് നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ തന്നെ ഉൽപ്പന്നമാണ്. ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം നൽകുന്നിടത്ത് തുടങ്ങുന്നു നമ്മുടെ വ്യതിയാനം. 1986 ദേശീയ വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയത്തിൽ മതാതീതമായ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, മതാതീതമായ ധാർമ്മികവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ധാർമ്മികമായി തലമുറകളെ മാറ്റിയെടുത്താൽ, വളർത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസത്തിന് അതിൽ ലക്ഷ്യം നേടാൻ കഴിയൂവെന്ന് അതിൽ ഊന്നി പറയുന്നുണ്ട്. പക്ഷേ എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, ഒരിക്കലും വിദ്യാഭ്യാസത്തെ ആത്മീകരിക്കാൻ കഴിഞ്ഞില്ല. പകരം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപമാനവീകരണം നടത്തിയ വിദ്യാഭ്യാസം, അതിവിടെ പരിചയപ്പെടുത്തിയ വിദ്യാഭ്യാസം, ഒരുപാട് പരിഷ്കരണങ്ങളും സമിതികളൊക്കെ അത് വന്നു. എല്ലാം തന്നെ ചെന്ന് നിൽക്കുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവിധ തിന്മകളുടെയും പ്രതീകങ്ങളായി ചെറുപ്പക്കാരെ മാറ്റിയെടുക്കുകയാണ്. അവരോട് മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും പുരോഗതിക്ക്, രാജ്യത്തിൻ്റെ വികസനത്തിന്, രാജ്യത്തിൻ്റെ സമാധാനത്തിന്, സാമുദായിക സൗഹാർദ്ദത്തിന് വിരുദ്ധമാണെന്നാണ് ഈ തമ്പുരാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തീർത്തും അർത്ഥശൂന്യമായ ജീവിതവുമായി യാഥാർത്ഥ്യ ബോധത്തിന് ബന്ധം പോലുമില്ലാത്ത ഈ ഒരു വിദ്യാഭ്യാസ നയം രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇവരൊക്കെയും. പ്രായപൂർത്തി എത്താത്ത ഒരു ചെറുക്കനടക്കം ഇത്തരമൊരു ബലാത്സംഗ സംഭവത്തിൽ, ക്രൂരമായ സംഭവത്തിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും കാണിക്കുന്നത് അയാൾ ഒരാൾ തെറ്റ് ചെയ്യുന്നവനാണ് എന്നതല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തമായ പ്രയാണം ആ വഴിക്കാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇന്ത്യ രാജ്യത്ത് സുരക്ഷിതത്വമില്ലെന്ന് പറയുന്നു. ഇല്ല, സത്യമാണ്. പക്ഷേ അതിന് സ്ത്രീകളും പോലും ഉത്തരവാദികളാകുന്ന സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരുവിധ ധാർമ്മിക ബോധവുമില്ലാത്ത, സദാചാരത്തിൻ്റെ ഒരുവിധ ഇടപെടലുമില്ലാത്ത, ഒരു തരത്തിലുള്ള ആത്മീയമായ ചിന്തയുമില്ലാത്ത ശുദ്ധ ഭൗതിക ജീവികളായി മനുഷ്യരെ മാറ്റിയെടുത്തു. അവരെ 24 മണിക്കൂറും നയിക്കുന്നത്, അവർക്ക് വെളിച്ചം നൽകുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മുടെ മീഡിയകളാണ്. ആ മീഡിയകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെറുപ്പക്കാരെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. മദ്യവും അതുപോലെ മയക്കുമരുന്നും രാജ്യത്ത് കിട്ടാത്ത ഒരു മേഖലയുമില്ല, ഒരു ഗ്രാമവുമില്ല, ഒരു തെരുവുമില്ല.
ഏറ്റവും സുലഭമായി ഇന്ത്യ രാജ്യത്ത് ലഭിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. അതിനൊരു നിയന്ത്രണവുമില്ല. അഥവാ കേരള സർക്കാർ ഈ അടുത്ത കാലത്ത് പേരിന് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 3 സ്റ്റാർ ഹോട്ടലുകളിലും മദ്യത്തിന് ലൈസൻസ് അനുവദിക്കുന്നത് നിർത്താമെന്ന് തീരുമാനിച്ചു. ഉടനെ തന്നെ മദ്യമുതലാളിമാർ കോടതിയിൽ പോയി. കോടതി ഇടപെട്ടുകൊണ്ട് അത് തടഞ്ഞു. 5 സ്റ്റാറുകാർക്കൊക്കെ ഇത് നടത്താമെങ്കിൽ ഈ 3 സ്റ്റാറുകളെ മാത്രം തടയുന്നത് ന്യായമല്ല എന്നാണ് അതിന് പറഞ്ഞ ന്യായം. എന്താണ് സംഭവത്തിൽ നടന്നതെന്ന് യഥാർത്ഥത്തിൽ പത്രക്കാർക്കും മാധ്യമങ്ങൾക്ക് ഏതായാലും അറിയാം. 15 കോടി രൂപയുടെ മറിമായമാണ് അതിൻ്റെ പിന്നിൽ നടന്നത് എന്ന വസ്തുത ആർക്കറിയാം? ഈ രാജ്യത്തിലെ ഭരണാധികാരികളും ജുഡീഷ്യറി പോലും ഇമ്മട്ടിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ട് വിധി നടത്തുന്ന ഒരു രാജ്യത്ത് എന്ത് പുലരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ ധാർമ്മികമായി എന്ത് മാറ്റമുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്? മദ്യത്തിന് ലൈസൻസ് നൽകിയിരിക്കുകയാണ്. കോടതി ഇടപെട്ടുകൊണ്ടാണ് ലൈസൻസ് നൽകിയിരിക്കുന്നത്. അങ്ങനെ അത് അവസരമാക്കി കരുതി. അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു നിർവാഹവുമില്ല, ജുഡീഷ്യറി ഇടപെട്ടത്. അതിൻ്റെ മറവിൽ ധാരാളക്കണക്കിൽ ബാറുകൾ പുതുതായി അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാഞ്ഞു മറയുന്ന അല്ലെങ്കിൽ നിരന്തരമായിട്ട് അതിലെല്ലാം ഉപയോഗിക്കപ്പെടുന്ന പണം, കള്ളപ്പണം, അതെല്ലാം ആണ് ഈ ചെറുപ്പക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ കാമഭ്രാന്തന്മാരാക്കി മനുഷ്യരെ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള മീഡിയ 24 മണിക്കൂറും ചെറുപ്പക്കാരെ സെക്സിൽ അഭിരമിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ, ഇതിൽ നിന്നും ഒരു മാറ്റവുമില്ല. എന്നാൽ പിന്നെ എങ്ങനെയാണ് ഇതുപോലെയുള്ള ബലാത്സംഗങ്ങളാവട്ടെ കൊലപാതകങ്ങളൊക്കെ തടയാൻ കഴിയുക എന്ന് ആലോചിച്ചാൽ വളരെ ലളിതമാണ് കാര്യം. ഒരിക്കലും അത് തടയാൻ കഴിയില്ല എന്ന് തന്നെ. എന്ത് നിയമനിർമ്മാണത്തിനും സാധിക്കുകയില്ല. നേരത്തെ രാവിലെ ഞാൻ മുജാഹിദ് കോൺഫറൻസിൽ ഒരു മാധ്യമ സെമിനാറിൽ പങ്കെടുക്കുന്നു. ആ മാധ്യമ സെമിനാറിൽ നമ്മുടെ MK രാഘവൻ MP ആണ് ഉദ്ഘാടകൻ. അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞ കൊല്ലം ഞാനൊരു IPC ഭേദഗതി, ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. അത് പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ റേപ്പ് നടത്തിയാൽ വധശിക്ഷ വിധിക്കാനുള്ളതായ ബില്ലായിരുന്നു. പക്ഷേ ഇതുവരെ ആ ചർച്ചയ്ക്ക് പോലും എടുത്തില്ല എന്ന് അദ്ദേഹം പരിഭവത്തോട് പറഞ്ഞു. ഞാൻ എൻ്റെ അവസരത്തിൽ പറഞ്ഞു, ഒന്നാമത് ചർച്ചയ്ക്ക് എടുക്കാത്തത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഈ പാർലമെൻറ്റിൽ ഇരുന്ന് അത് പാസ്സാക്കുന്ന പണിയല്ല, ബഹളം കൂട്ടി പിരിയുന്ന പണിയാണ്. കഴിഞ്ഞ 1 വർഷമായി എത്ര ദിവസമാണ് മര്യാദക്കിരുന്ന് നിങ്ങൾക്ക് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ പറ്റിയത്? സഭ സമ്മേളിക്കുന്നതിന് മുമ്പേ നടുത്തളത്തിൽ ഇറങ്ങി ബഹളം കൂട്ടി പിരിയുക എന്നുള്ളതാണ് നമ്മുടെ MP മാരുടെ ജോലി. അപ്പോൾ ഇത് പാസ്സാക്കാൻ പറ്റിയില്ലെന്ന് ഇടവെന്ന് ലഭിച്ചിരുന്ന കാര്യം, അതൊരു കാര്യം. ഞാൻ പറയുന്നത് അതല്ല. ഈ നിയമ ഭേദഗതി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണോ ഈ പ്രശ്നം? നിയമ ഭേദഗതികൾ അതുപോലെ എത്രയുണ്ട്. അതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. നിയമം ഒന്നിൻ്റെയും പരിഹാരമല്ല എന്ന് വെച്ച് നിയമം വേണ്ടാന്നോ ശിക്ഷ വേണ്ട എന്നോ അല്ല ഞാൻ പറയുന്നു. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക ശരീഅത്ത് ക്രൂരമാണ്, അതിക്രൂരമാണ്, പൈശാചികമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ സംഭവം നടന്ന ഉടനെ തന്നെ ആളുകൾ വിചാരണ കോടതി കൊണ്ട് അത് വെടിവെച്ച് കൊല്ലണമെന്ന് പറയും. എങ്ങനെയുണ്ട്? ഇതാണ് പഠിച്ചോൻ്റെ പണി. തീർച്ചയായിട്ടും നമുക്ക് അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാവുന്നതാണ്. പക്ഷേ ഇസ്ലാമിക ശരീഅത്തിന് അമ്മാതിരി വിഡ്ഢിത്തമൊന്നുമില്ല. സാമൂഹ്യ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാതെ, അതിനാവശ്യമായ അന്തരീക്ഷം ഒരുക്കാതെ, സർവോപരി ധാർമ്മികമായി രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലവാരം മെച്ചപ്പെടുത്താതെ ഒരു ശിക്ഷാവിധിയും ഇസ്ലാം നടപ്പാക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ ചരിത്രം. നീണ്ട 23 വർഷക്കാലത്തിനിടയിൽ മുഹമ്മദ് നബി കൊണ്ടുവന്ന ശരീഅത്ത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ശരീഅത്തിലെ ശിക്ഷാ നിയമങ്ങൾ. ബാക്കി എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ശ്രമിച്ചത് കാടന്മാരായ, ക്രൂരന്മാരായ, അധർമ്മികളായ അറബികളെ ധാർമ്മികമായി ആത്മീയമായി സംസ്കരിച്ചെടുക്കാനും വേണ്ടിയാണ്. പാകമായി എന്ന് കണ്ടപ്പോഴാണ്, ഏത് നിയമവും അവരനുസരിക്കുമെന്ന് ബോധ്യമായപ്പോഴാണ് അദ്ദേഹം ശിക്ഷാവിധികൾ ഏർപ്പെടുത്തിയത്. അതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോൾ ഇസ്ലാമിക ശരീഅത്തിനെ കടന്ന് ചിലർ പ്രകീർത്തിക്കുന്നുണ്ടെങ്കിൽ അതുപോലും വിവരക്കേടാണ്. ഈ രാജ്യത്ത് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ ദിവസം ഇസ്ലാമിക ശരീഅത്ത് എന്ന് നടപ്പാക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെയുണ്ട്. ശരീഅത്ത് നടപ്പാക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. ഞാൻ പറയുന്നത് അതിലെ ശിക്ഷാവിധികൾ നടപ്പാക്കുക എന്നൊക്കെ പറയുന്നത് സാമൂഹിക സാഹചര്യങ്ങൾ അനുകൂലമാക്കിയിട്ടാണ്. നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികൾക്കും മതിയായ വിദ്യാഭ്യാസവും ശിക്ഷണവും നൽകിയിട്ടാണ്.
മുതിർന്നവർ അവർക്ക് മാതൃകയാവേണ്ടിയിട്ടാണ്. 90 വയസ്സ് കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് പലവട്ടം മന്ത്രിയായി, ഒടുവിൽ ഗവർണറായി. അദ്ദേഹത്തെക്കുറിച്ച് സ്വന്തം മകൻ കോടതിയിൽ പോയി. മകനാണെന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. അവസാനം DNA പരിശോധന നടത്തി അവസാനം അയാൾ അച്ഛൻ തന്നെയാണ്. ഈ മനുഷ്യൻ ഇപ്പോഴും ഉളുപ്പില്ലാതെ നമുക്കിടയിൽ ജീവിക്കുന്നു. ഇതാണ് സാഹചര്യം. വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് മാതൃകയാവേണ്ടത് ഇതുപോലെയുള്ള ആളുകളാണ്. നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അതിനൊന്നും മാറ്റം വരാതെ, പരിവർത്തനം സംഭവിക്കാതെ ഈ ഇത്തരത്തിലുള്ള അത്യാചാരങ്ങളും ക്രൂരതകളും അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരിവർത്തനത്തിന് വേണ്ടി, വിപ്ലവത്തിന് വേണ്ടി പണിയെടുക്കുന്നതോടൊപ്പം ധാർമ്മിക സംസ്കരണം അതിലായിരിക്കട്ടെ നിങ്ങളുടെ അജണ്ടയിൽ ഒന്നാമത്തേനും. ഏത് തരത്തിലുള്ള നമ്മുടെ വിപ്ലവ പ്രവർത്തനങ്ങളും വിജയിക്കണമെങ്കിൽ മനുഷ്യനെ അതിന് ധാർമ്മികമായി സന്നദ്ധനാക്കണം. നിയമം പാലിക്കാൻ, തൻ്റെ സഹജീവിയെ ആക്രമിക്കാതിരിക്കാൻ, മറ്റുള്ളവരോട് പരസ്പര സ്നേഹവും സഹകരണവും വെച്ച് പുലർത്താനുള്ളതായ ഒരു ബോധം സമൂഹത്തിൽ വളർത്താൻ നമുക്ക് കഴിയണം. നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് അവരെ കൈക്ക് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അക്രമിയായാലും ആക്രമിക്കപ്പെട്ടവനായാലും നിന്റെ സഹോദരൻ്റെ കൈക്ക് പിടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്നേരം സംശയം ചോദിച്ചു, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും, അക്രമിയെ സഹായിക്കുന്നതോ? പ്രവാചകൻ പറഞ്ഞ മറുപടി, അക്രമിയുടെ കൈ പിടിക്കുന്നതാണ് അവനെ സഹായിക്കുന്നത്, ഈ അക്രമത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്നതാണ് അവനെ സഹായിക്കുക എന്ന് പറയുന്നു. നമ്മുടെ സമൂഹത്തിന് നിർഭാഗ്യവശാൽ അത്തരം അവസ്ഥ വന്നിരിക്കുന്നു. അവരെല്ലാവരും അനുഭവം അറിയിക്കുന്നവരാണ്. ആരും കുറ്റവാളിയായി ജനിക്കുന്നില്ല. ഡൽഹിയിലെ കുറ്റവാളികളടക്കം കുറ്റവാളികളായി ജനിച്ചവരല്ല. ഈ സാഹചര്യങ്ങളാണ് അവരെ കുറ്റവാളിയാക്കിയത്. ഓരോ നിമിഷവും പലതരം പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവർ വഴിതെറ്റുകയാണ്. അങ്ങനെ വഴിതെറ്റിയവരാണ് ഇത്തരത്തിൽപ്പെട്ട സംഭവങ്ങളിൽ പങ്കാളികളായി തീരുന്നത്. അവരെ കൈക്ക് പിടിക്കാൻ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്, അതിൻ്റെ യുവജന വിഭാഗത്തിന്, അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിന് മാത്രമേ കഴിയൂ. മറ്റുള്ളവരെല്ലാം തന്നെ മറ്റ് വഴിതെറ്റി സഞ്ചരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അറബ് വസന്തത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ കേരള ഘടകത്തെ തീവ്രവാദ മുദ്രകുത്തി, ഭീകര മുദ്രകുത്തി പൂർണ്ണമായും ഒറ്റപ്പെടുത്തി ബഹിഷ്കരിച്ച് നീക്കുകയായിരുന്നു നമ്മുടെ സമുദായം. ചിലരൊക്കെ അതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യും. 2-3 കൊല്ലമായപ്പോൾ എന്താണ് സ്ഥിതി? കോട്ടക്കൽ കഷായം ഉണ്ടാക്കിയതിൻ്റെ അനന്തരഫലം എന്തായി? നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ ആരുടെയും ഇടപെടൽ നമ്മുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രവർത്തന ഫലമായിട്ടല്ല, പടച്ച തമ്പുരാൻ ചെയ്തതാണ്. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. അതാ സംഭവിച്ചത്. അതാ ഏറ്റവും വലിയ വിജയം നേടി എന്ന് അഭിമാനിച്ച, ഭരണത്തിൽ 5 മന്ത്രിമാരെ കിട്ടിയ പാർട്ടിക്ക് പോലും പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യമുണ്ടായി. തങ്ങൾ വർഗീയവാദികളല്ല, തങ്ങൾ സാമുദായികവാദികളല്ല, തങ്ങൾ തികഞ്ഞ മതേതരക്കാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പാടുപെടേണ്ട സന്ദർഭമുണ്ടായി. ഇവിടുത്തെ ജാതി സംഘടനകൾ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ ആത്മധൈര്യത്തോടുകൂടി ഉറച്ച സ്വരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് സാധിക്കുകയുമില്ല. ബാല് അമ്മിൻ്റെ ചൂട്ടിലാണ്. ഈ അവസ്ഥയിൽ ആരാണ് അത്തരം ഒരു പാർട്ടിയുടെ രക്ഷക്കെത്തിയത് നിങ്ങൾ സ്വന്തം ആലോചിച്ചാൽ മതി. ഞാൻ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇതാണ് മതസംഘടനകൾ, അതിന് നേതൃത്വം നൽകിയ ഒന്നാമത്തെ മതസംഘടന. അതിൽ ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് അതിൻ്റെ നേതാക്കന്മാർക്ക് പോലും അറിയാത്ത സാഹചര്യമാണ്. നിത്യം പിളരുകയും പിളർന്നത് വീണ്ടും പിളരുകയുമാണ്. അതോ മനുഷ്യരുടെ പേരിലാണ് പിളർന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആകാശത്ത് നിന്ന് വരുന്ന അദൃശ്യ ജീവികളുടെ പേരിലാണ് അത് നിർഭാഗ്യവശാൽ പിളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ ഞാൻ ആരെയും പരിഹസിക്കുകയോ ആരെങ്കിലും കെടുത്തുകയല്ല. നിർഭാഗ്യകരമാണ് സംഭവങ്ങൾ. യാതൊരു പ്രസക്തിയുമില്ലാത്ത, നമുക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത വിവാദങ്ങളിലേക്ക് മതത്തെ വലിച്ചെടുക്കുന്നു. എന്നിട്ട് മതം എന്ന പേര് കേൾക്കുന്നത് പോലും ചെറുപ്പക്കാർക്കും യുവജനങ്ങൾക്കും അസഖ്യമായി തീരുന്നു. ഇത് കേട്ട പ്രസംഗങ്ങളിൽ പലതും അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ദുരന്തങ്ങളൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ്. ആരാണ് ഇവർ അരാഷ്ട്രീയവൽക്കരിക്കുന്നത്? ഈ രാഷ്ട്രീയത്തിൻ്റെയും മത സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ദുഷിപ്പ് അത് കൊണ്ടു നടക്കാൻ കഴിയില്ല
കൊണ്ട് പറയാനും കൊള്ളില്ല എന്ന ബോധം വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഉണ്ടായപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചതാണ് ഈ രാഷ്ട്രീയവൽക്കരണം. നമ്മൾ ആദ്യമേ തന്നെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല. എല്ലാവിധ തിന്മകളോടും എല്ലാ അനീതികളോടും എല്ലാവിധ അത്യാചാരങ്ങളോടും പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം തുടക്കത്തിലേ സ്വീകരിച്ചിരുന്നു. അത് പറഞ്ഞപ്പോൾ ഹുക്കൂമത്തയിലായി ദൈവഭരണം സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടോ ഇപ്പോൾ സ്ഥാപിച്ചത് ഒരു ശരാശരി പൈശാചിക ഭരണം പോലുമല്ല, അതിനേക്കാൾ ദയനീയമാണ്. ഈ അവസ്ഥ എത്തിയത് എന്തുകൊണ്ട്? രാഷ്ട്രീയത്തിൽ ഒരു മൂല്യ സന്നിവേശം സാധിക്കണമെങ്കിൽ രാഷ്ട്രീയത്തെ ധാർമ്മികമായ അടിത്തറകളിൽ പുനഃസംവിധാനം ചെയ്യണമെന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ എന്നത്തെയും ആഹ്വാനം ഇവിടെ സത്യമായി പുലരുകയാണ്. അല്ലാത്ത പക്ഷം ഈ രാജ്യത്ത് ജീവിതം തന്നെ ദുസ്സഹമായി തീരുകയാണ്. ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ജനങ്ങൾ കൂടുതൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നു. തെരീക്കത്തുകളും സൂഫീസവും അതുപോലെയുള്ള 100 കാര്യങ്ങളും. മറുഭാഗത്ത് അധാർമികതയുടെ ചളിക്കുണ്ടിൽ നമ്മുടെ യുവജനങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു. രണ്ടിനും മധ്യേ ശരിയായ ഒരു പാത, ആത്മീയതയും ധാർമ്മികതയും രാഷ്ട്രീയവും ഭൗതികതയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു നല്ല ഭാവിക്ക് വേണ്ടി ആവേശത്തോടെ കൂടി പൊരുതാനുള്ളതായ സന്നദ്ധത, തീർച്ചയായും ആ മാർഗത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയം നേർന്നുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്തിൽ ഏറ്റവും ശക്തമായ യുവജന പ്രസ്ഥാനമായി മാറാൻ SIOന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ അദ്വിതീയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത്, അതിഥിയെ ആദരിക്കുന്ന ആൾ അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നവൻ അതിഥിയെ ആദരിക്കട്ടെ എന്ന് പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ. ഒരു യുവജന സംഘടന സാധാരണ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വരാനിരിക്കുന്ന വസന്തത്തിൻ്റെ പരാഗണുക്കളാവുക നമ്മൾ. അവരോട് നമുക്ക് പറയാനുള്ളത്, വരാനിരിക്കുന്ന ഒരു വസന്തത്തിൻ്റെ പരാഗണുക്കളല്ല ഞങ്ങൾ, വന്നു കഴിഞ്ഞ വസന്തത്തിൻ്റെ ചിത്രശലഭങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് നിയമത്തെ അംഗീകരിക്കാനും അതുപോലെ നിയമത്തിന് കീഴൊതുങ്ങാനും കാണിച്ച സൈമനസ്യം, അദ്ദേഹത്തിന് ജാമ്യം കിട്ടും എന്ന ഉറപ്പിൽ മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്താനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടേണ്ട എല്ലാ പഴുതുകളും അടച്ചു കളഞ്ഞാൽ ഇതേ മുന്നിലിരിക്കുന്ന ജനക്കൂട്ടം നേരെ തിരൂർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലും ഇരിക്കും. ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ജയിലും മതിയാവുകയില്ല. അതെല്ലാ പോലീസുകാർക്കും ഓർമ്മയുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഈ ക്രൗഡ് അത്ര ഭീരുക്കളുടെ ഒരു ജനക്കൂട്ടമല്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മലപ്പുറം ജില്ലയെ ന്യൂനപക്ഷ കേന്ദ്രീകൃത പിന്നാക്ക ജില്ലയായി പ്രഖ്യാപിക്കുക. ചരിത്രപരമായ കാരണങ്ങളാൽ ക്രൂരമായ വിവേചനങ്ങൾക്ക് ഇരയായ പ്രദേശമാണ് മലപ്പുറം. രൂപീകരണ കാലം മുതൽ തന്നെ അനാവശ്യ വിവാദങ്ങളും ഒറ്റപ്പെടുത്തലുകളും അനുഭവിക്കുന്ന ജില്ലയാണ് മലപ്പുറം. വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ വിതരണത്തിലും ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങളിലും ഏറെ പിന്നാക്കമായിട്ടും വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും പ്രവാസികളടക്കമുള്ള രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും താൽപ്പര്യവും കാരണം കേരളത്തിലെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ നമ്മുടെ ജില്ലക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകളും ജില്ലയുടെ സ്വന്തം മന്ത്രിമാരും ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഭരണാധികാരികളും കാണിച്ച അനീതിക്ക് ഉത്തമോദാഹരണമാണ് ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ പോലും നടപ്പാകാതെ വരുന്നത്. ഇന്ത്യയിൽ കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വസിക്കുന്ന 90 ജില്ലകളെ ന്യൂനപക്ഷ കേന്ദ്രീകൃത പിന്നാക്ക ജില്ലകളായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതലുള്ള ജില്ലകൾക്കാണ് കേന്ദ്ര സർക്കാർ ഈ പരിഗണന നൽകുന്നത്. ഇത്തരം ജില്ലകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ മോഡൽ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, വനിതാ പോളികൾ, പ്രാഥമിക സെക്കൻഡറി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ആരോഗ്യ തൊഴിൽ രംഗത്തെ വികസനങ്ങൾ എന്നിവയ്ക്ക് കേന്ദ്ര ഫണ്ടോട് കൂടിയ പ്രത്യേക പദ്ധതികൾ ലഭിക്കും. കേരളത്തിൽ വയനാട് ജില്ലയ്ക്ക് മാത്രമാണ് ഈ പരിഗണന നിലവിലുള്ളത്. തിരുകൊച്ചി മേഖലയിലെ ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ, ആരോഗ്യ, റവന്യൂ തുടങ്ങിയ മുഴുവൻ മേഖലകളിലും സർക്കാർ സംവിധാനങ്ങളുടെ കാര്യത്തിൽ മലപ്പുറം പിന്നിലാണ്. ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ജില്ല മുന്നിലുള്ളത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആത്മാഭിമാനത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും
ചരിത്രമേറെ പറയാനുള്ള മലപ്പുറത്തെ പുതുതലമുറയോടെങ്കിലും നീതി പാലിക്കാൻ ഭരണാധികാരികൾ തയ്യാറാവേണ്ടതുണ്ട്. മലപ്പുറത്തിന് അർഹതപ്പെട്ട ന്യൂനപക്ഷ കേന്ദ്രീകൃത പിന്നാക്ക ജില്ലയെന്ന പരിഗണന നൽകി ഈ പ്രദേശത്തിൻ്റെ സർവതോന്മുഖമായ വികസനം സാധ്യമാക്കണമെന്ന് ഈ സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ വിദ്യാഭ്യാസത്തിന് വിട്ടുകൊടുക്കുക. സ്വതന്ത്രാന്തര ഐക്യ കേരളത്തിൻ്റെ വിവേചനപരമായ നിലപാട് മൂലം പിന്നോക്കമായ മലബാറിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എന്നാൽ മലബാറിലെ വിദ്യാർത്ഥികളുടെ ഉപരിപഠന സാധ്യതകളെ തന്നെയും കരിച്ചു കളയുന്ന മഹാളി രോഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പിടികൂടിയിരിക്കുകയാണ്. പ്രൈവറ്റ് റെഗുലർ മേഖലകളിലായി 4 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 384 അഫിലിയേറ്റഡ് കോളേജുകളുള്ള ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയമാണ് ഈ സർവകലാശാല. പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മലബാർ എന്ന പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ പ്രതീക്ഷകൾ കടുത്ത രാഷ്ട്രീയ അതിപ്രസരവും കെടുകാര്യസ്ഥതയും മൂലം സർവകലാശാല നശിപ്പിക്കുന്നു. നിർമായ കർമ്മണാശ്രീ എന്ന തലവാചകമുള്ള ഈ സർവകലാശാലക്ക് SIO പ്രവർത്തകർ നൽകിയ തോന്നിയായ കർമ്മണാശ്രീ എന്ന തലവാചകവുമാവും കൂടുതൽ ഉചിതം. സമയത്തിന് പരീക്ഷ നടത്താതിരിക്കുക, റിസൾട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കുക, മൂല്യനിർണ്ണയത്തിനയച്ച പേപ്പർ കാലി തിന്നുക, സർട്ടിഫിക്കറ്റ് വഴിയിൽ കിടക്കുക എന്ന് തുടങ്ങി ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലും കാണാത്ത പലതും ഇവിടെ കാണാം. ലോകത്തെ പല സർവകലാശാലകളിലും വിജയകരമായി നടപ്പാക്കിയ CCSS സംവിധാനം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസൃതമായി വേണ്ടത്ര ആലോചനകളും പഠനങ്ങളും കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ നടപ്പിലാക്കി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയായിരുന്നു സർവകലാശാല. സർവകലാശാലയിലെ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് വിദഗ്ധരെ ഉൾപ്പെടുത്തി ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിച്ചും പരിഹാര നിർദ്ദേശങ്ങളുമായി SIO അധികൃതരെ സമീപിച്ചിരുന്നു. യൂണിയൻ രാഷ്ട്രീയ വടംവലിക്കും സിൻഡിക്കേറ്റ് പിൻഡിക്കേറ്റ് തർക്കങ്ങൾക്കും അപ്പുറത്ത് വിദ്യാർത്ഥിയെയും അവൻ്റെ പ്രശ്നങ്ങളെയും അധികൃതർ മുഖവിലക്കെടുത്തില്ല. ത്യാഗപൂർണവും ആത്മാർത്ഥവും മാന്യവുമെന്ന് അധികൃതർ പോലും സാക്ഷ്യപ്പെടുത്തിയ കേരള വിദ്യാർത്ഥി ചരിത്രത്തിൽ തുല്യത കണ്ടെത്താനാവാത്ത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ SIO നിർബന്ധിതമാവുകയായിരുന്നു. യൂണിവേഴ്സിറ്റിയെ വിദ്യാഭ്യാസത്തിന് വിട്ടുകൊടുക്കും വരെയും ഈ സമരവീതിയിൽ SIO തുടരുക തന്നെ ചെയ്യും. മലബാറിലെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ആവശ്യങ്ങൾ യൂണിവേഴ്സിറ്റി അധികാരികളുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ SIO ആഗ്രഹിക്കുന്നു. 1. താൽക്കാലിക നിയമനങ്ങളിലൂടെ സ്വന്തക്കാരെ പ്യൂണുമാരായും അസിസ്റ്റന്റുമാരായും നിയമിച്ച് പിന്നീട് അവർക്ക് സ്ഥിര നിയമനവും പ്രമോഷനും നൽകുന്നതിലൂടെ സർവകലാശാല ഉദ്യോഗങ്ങളിലെ നിഷ്പക്ഷവും സംവരണാടിസ്ഥാനത്തിലുള്ളതും നീതിപൂർവകവും സുതാര്യവുമായ നിയമനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതിനാൽ യൂണിവേഴ്സിറ്റി നിയമനങ്ങൾ PSCക്ക് വിടുകയും നിയമനങ്ങളിൽ പ്രാദേശിക ന്യൂനപക്ഷ പിന്നാക്ക സംവരണം നടപ്പിലാക്കുകയും വേണം. 2. ലോകോത്തര സർവകലാശാലകളിൽ ഫലപ്രദമായി നടപ്പാക്കിയ CCSS സംവിധാനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും അധ്യാപകർക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനങ്ങൾ നൽകിയും സംവിധാനത്തെ കാര്യക്ഷമമാക്കുന്നതിന് പകരം ഹൃദയകുമാരി റിപ്പോർട്ടിൻ്റെ മറവിൽ CCSS സംവിധാനത്തെ ആകെ അട്ടിമറിക്കുവാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരും യൂണിവേഴ്സിറ്റി അധികൃതരും പിന്മാറുക. 3 ലക്ഷത്തിൽ പരം പ്രൈവറ്റ് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പഠിക്കുന്നതായാണ് ഔദ്യോഗിക കണക്ക്. യൂണിവേഴ്സിറ്റിയുടെ സുഗമമായ മുന്നോട്ടുപോക്കിനും പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനും വേണ്ടി കഴിഞ്ഞ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉടൻ യാഥാർത്ഥ്യമാക്കുക. 4 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളും 384 അഫിലിയേറ്റഡ് കോളേജുകളും ഒരു യൂണിവേഴ്സിറ്റിക്ക് താങ്ങാവുന്നതല്ല. യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന സൗകര്യത്തിനും മലബാർ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസപരമായ ഉന്നതിക്കും വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ വിഭജിക്കുക. കാലങ്ങളായി അവഗണന പേറുന്ന മലബാർ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കണമെന്ന് ഈ സമ്മേളനം സംസ്ഥാന സർക്കാരിനോടും യൂണിവേഴ്സിറ്റി അധികൃതരോടും ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും. It is a great pleasure for me to be here in front of you. I congratulate the organizers, the students, Islamic organization, office bearers, and you all members, brothers and sisters, those who have come for a cause to this place today. I really salute you, your dedication, your honest efforts to bring together. This is really a lesson for us Muslims from North India. I do thank the organizers for giving me this opportunity to come and address you here. You know, I have passed through a tough time
very recently, and you must have been following news through different media outlets. After my release, Jamaat-e-Islami Hind was the first organization who invited me for a meeting with the core group of Jamaat-e-Islami. Jamaat-e-Islami was the first national Muslim organization coming out to protest against my arrest. I am proud to be having support of Jamaat-e-Islami, SIO, and many other organizations. It was a really proud moment for me. I do also acknowledge the way you came together in a very disciplined manner. I witnessed your march coming to this ground. The way you have been behaving, conducting with discipline, it was all very, very appreciable. And I think, yes, Muslims all over the country should learn from here. First, I will start talking about the Arab Spring, the subject of this conference. Let me tell you one thing very frankly, because of my exposure to that region. I started my career in 1983 as a journalist working for Iranian news agency, and since then I have been traveling to that region quite oftenly, right from Turkey to Pakistan, Afghanistan, and many Arab countries. I have witnessed Iraq War 2003. I think many of you must remember the input I have given to Worldview India, the program on Iraq War on Doordarshan. I was, perhaps to my mind, among very few journalists who dared to travel throughout Iraq during wartime. So I have exposure to that region. I have traveled a lot. Before my arrest recently, I have been writing a weekly column to a large number of Urdu newspapers all over India and in some other countries as well. My subject had been the Arab Spring, the developments right from Tunisia to Egypt, Libya, Bahrain, Yemen, Saudi Arabia, and many more places. I had been analyzing the situation that as far as the democratic process or say democratization of this region will go on, USA and Israel will lose their strength. I have been telling my readers that the days are now, you can count the days, the countdown has started for the collapse of what they call a unipolar world and the Israelis in that region. And now I tell you, even the politicians in Israel and America have started admitting that maybe in a decade or so, I can quote Henry Kissinger, the former Foreign Secretary of America, who had recently said that Israel will be vanished by 2030. So I was telling what I was feeling, what I was understanding through the ground realities. After the 13 February incident in Delhi, I was invited by many television channels. I spoke honestly. I think many of you might have seen me discussing this issue on a very prominent Hindi and also English news channel. So all those things were not liked by many powers. I do understand if you speak honestly, if you write honestly, you have to pay the price. And I think I have paid for it. My understanding about that region is that monarchs, the kings, they have been looting the natural resources. They have been putting their own people in trouble at the cost of friendship with certain powers. The democratization of that region will definitely
be a victory for the people of that region. I tell you, the people of that region see Iran after Islamic Revolution as an example. They feel that a country can run its own affairs for more than 30 years and progress in all aspects of life. Why not they? Why not the other countries in the region? So they have empathy against their own rulers, and I think with the time passing on, more developments, more changes we should expect. I have lot of hopes from Egypt. The way Mohamed Morsi, the president of Egypt, the new Egypt, is behaving, he is going to the right direction, and we should wait for some time that things will settle, and the way the people of Egypt, the people of Jordan have been protesting against Israel, demanding from their own governments to scrap the peace agreement with Israel. One can feel the pulse of that region. People are against having any kind of relationship with Israel, and I think in the years to come, changes are going to happen. After my arrest, I have learned certain lessons, and I think the whole community have learned certain lessons. I was privileged enough that most of the Muslim organizations, the leaders, and not only Muslims, all right-thinking people, journalist organizations, they came against my arrest. They protested, and the way the battle is won was exemplary one. During my almost 30 years of journalistic career, I have not seen people together on a single issue. This was a historical one. My opinion about all this is that the way all Muslims came together, they have shown the unity and they have seen the success. We should learn the lesson from this incident that if we can succeed on one issue, why not all other pending issues since the independence of this country? We should learn from this experience and keep our solidarity, unity together on all our issues, and I have no doubt that we will succeed one by one. This is what we have learned from this experience. Moreover, we should also not feel frustrated by the way the government agencies, the police is handling. We have lot of provisions in the Constitution. Indian law has given us rights to exercise. To my mind, to the experience we have gone through, in most cases, whatever you call it, a terrorist related cases or whatever you name it, most, in my opinion, my experiences in jail and with the experience of talking, discussing, having exchange of opinion with different people who have faced similar cases and so on and so forth, most of the cases are fabricated, and the agencies consider as if they can do whatever they want and there is no one to challenge them. I tell you, my case was contested exemplary way. The consul Mahmood Pracha had fought the battle right from the lower court to the Supreme Court, and it was fought very well, successfully. If we have honest people like him, if we have people in legal fraternity like him, I think most of the cases will fall. We need to be careful in exercising the law, the provisions
given by the Constitution. So we should not be feeling frustrated. The only thing is we have to behave in a way where we can achieve success and we can learn from the past experiences. In my case, I have full faith on judiciary and there is nothing to worry. I sleep very well. I don't have anything which keeps me worried, not at all. Alhamdulillah, I got support from you people, from people all around the country, and I think one day one of my son told me while meeting in jail that in Kerala we don't have any relative, any friend, direct friend, but we have been seeing the news that there are so many demonstrations, protests in Kerala. So I do understand it was not only me as an individual, not only Kazmi was there, it was a ideological war. It was an ideological war. It was a struggle for a cause. And I was just a symbol. So I'm very enlightened. I'm very strengthened. I feel proud to be among you. The way you are running your affairs, the way, the discipline way your leadership is handling different affairs. I do offer my support, my what you call it, my Consul Mahmood Pracha has asked me to give message to you all that he is ready to fight, to contest the cases, especially for Mr. Madani and others. So don't feel there is no way. There are ways to win over the situation, and the only thing is we should fight with patience and within the Constitution. I wish to tell you one thing more, that I don't have any complaint about the whole system. I say there are some rogue elements, those who want to disturb the secular fabric of the country. We should be careful and we should exercise all the rights Constitution has given, and we have to be careful about the foreign powers who are coming and influencing our system. We need to be careful enough. I give you one example, very recent example. You must remember. Recently, there was Chinese defense minister visiting India, and one small news came that he has given gift of some 50,000 rupees amount to our pilot and co-pilot who had taken him from Mumbai to Delhi. And Government of India wanted not to discuss too much about it, but they were not happy with what the Chinese defense minister did. I was following the news while I was in jail. One of the newspapers said and reported that this is not the first time, this is not a new phenomena. When our delegates visit Israel, they also get money from Israeli government. This is what is reported in the press. So we need to be careful. We need to be having a nationalist approach. We should maintain the secular fabric of the country, and we should exercise the rights our Constitution has given. Once again, I want to thank the organizers, SIO, and Jamaat-e Islami especially, of course, that is the parent organization, and all people from Kerala who had risen against my arrest, and I think this is because of your support and especially your dua. I also say one thing, that in dua you cannot do something just to show. It is part of one's heart and mind.
So there cannot be something show off. It is part of the faith. And I think if we all Muslims be together, united on most of our issues, we can win, we can get all our rights. Thank you very much. Thanks for the patience you have shown and given respect to me. Thank you very much. Thank you, sir. I request Mr. Syed Muhammad Ahmad Kazmi to receive the memento of SIO Malappuram from Mr. Samir Nirkundam, General Secretary, SIO of Kerala.